പല സ്ഥലത്തും എൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അറിയാത്തൊരു കാര്യം പറയാൻ പാടില്ല, നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം പറയാൻ പാടില്ല. അയാളുടെ കൂടെ ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒഴിവായി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, ഒരു 3 ആർട്ടിസ്റ്റ് ഇപ്പോഴുും സജീവമായിട്ടുണ്ട്. പിന്നെ എനിക്കറിയാം, ഇവരെയൊക്കെ അറിയാലും ഞാൻ കണ്ട ചിരിച്ചു കാണിക്കും. അത് വേദനിപ്പിച്ചിട്ട് തുടക്കത്തിലൊക്കെ ആ ആക്ടർ വന്നത് എങ്ങനെയാണെന്ന് നന്നായിട്ട് അറിയാം. ആക്ടർ എന്തായിരുന്നു നന്നായിട്ട് എനിക്കറിയാൻ കഴിയും. ആദ്യത്തത് ഞാൻ വെച്ചു, രണ്ടാമത്തതും കൂടെ ആയപ്പോഴാണ് ഇതെന്തോ മൂന്നാമത്തത്. തിരുവനന്തപുരമോ കൊച്ചിയോ നമ്മുടെ കൂടെ പേരായിട്ട് അഭിനയിച്ചാൽ എന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറയാൻ പറയും. കൂട്ടുകാരി എന്നാ വിളിക്കുന്നത്. ഞാൻ കൂട്ടുകാരാ ഡാർലിംഗ് എന്നൊക്കെ വിളിക്കും. പിന്നെ കൂട്ടുകാരി, എവിടെയാണ് കൂട്ടുകാരി? കുട്ടിയമ്മ എൻ്റെ എപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ ഫേവറേറ്റാണ്. കാരണം എനിക്കൊരു തിരിച്ചുവരവ് തന്നത്, ജനങ്ങളുടെ ഇടയിൽ എന്നെ ജനകീയമാക്കിയത് കുട്ടിയമ്മയാണ്. നിതീഷ് പറഞ്ഞ ഒരു ഇതുണ്ട്, അതിനകത്ത് ട്രെയിനിൽ നിന്ന് ചാടുന്ന ഒരു സീൻ ഉണ്ടല്ലോ. ആ സീക്വൻസിലാണ് വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ അയാളുടെ ഭാര്യയെ ഒന്ന് തൊടുന്നത്. പാഠമല്ല, എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, നീ നായികയാവാൻ നിൽക്കരുത്, ഒരു KPC ലളിതയോ സുകുമാരിയോ ആയാൽ മതി, അതാണെങ്കിൽ നിനക്ക് ജീവിതാവസാനം വരെ അഭിനയിക്കാം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. ഒരു മുഖവരയില്ല നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു ചേച്ചി, മഞ്ജു പിള്ള അവർക്ക് നമസ്കാരം. നമസ്കാരം. എവിടെ കുറേ നാളായല്ലോ ഞാൻ പറഞ്ഞു. കുറെ നേരമായിട്ട് പുറകെ നടക്കുകയാണ്. എൻ്റെ പുറകെ ആകെ നടന്നിട്ടില്ല നിങ്ങളാ. നമുക്ക് ആദ്യം ഇന്റർവ്യൂ ഒക്കെ തരാന്ന് പറയുമ്പോൾ പറ്റിച്ച്. അങ്ങനെ പറയരുത്, നിങ്ങളെ പറ്റിച്ചൊന്നുമല്ല. ആദ്യം ഇന്റർവ്യൂ തരാമെന്ന് പറഞ്ഞ ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കും തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ഇങ്ങനെ ഓൺലൈൻ മീഡിയയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ മെയിൻ ഒരു ചാനലിലായിരുന്നല്ലോ, അപ്പോഴേ ചോദിച്ചിരുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഓരോരുത്തർക്കായിട്ട് പിന്നെ എന്താ അറിയോ, ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ പറയാനുമില്ല, റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ആയി. അതാണ് ഞാനൊരു ഗ്യാപ്പ് ചോദിച്ചത്. അപ്പം നിങ്ങൾക്ക് പറ്റത്തില്ലല്ലോ, നിങ്ങൾ പിണങ്ങിയൊക്കെ ഇരിക്കും ഇങ്ങനെ. അതാണ് ഏറ്റവും വലിയ കോമഡി. പിണക്കമൊക്കെ നമ്മളാരും അല്ലല്ലോ ഒക്കെ പറഞ്ഞു. എന്തുവാ ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാൻ കുറേ എപ്പോഴും ഫോൺ ചെയ്യുന്ന, ഒരു സിനിമ ഇറങ്ങിയാലും വിളിക്കും, സിനിമ കണ്ടിട്ട് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെ വെച്ച് കണ്ടാലും കാര്യങ്ങൾ സംസാരിക്കും. ഇടയ്ക്ക് അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോഴും നമ്മൾ സംസാരിക്കും, അല്ലേ? നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചു. അത് നമ്മൾ നമുക്ക് അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചോദിക്കുന്നതും തിരിച്ചു പറയുന്നതും ഒക്കെ. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം, കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ചോദ്യങ്ങളും ഇല്ല, ഉത്തരങ്ങളൊന്നും ഇല്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് രസകരമായിട്ട് സംസാരിച്ചു, നമ്മുടെ സിനിമ ലൈഫിനെ കുറിച്ച് പറയുക. പക്ഷേ എങ്കിലും മഞ്ജു പിള്ള എന്നൊരാൾ വരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും, എൻ്റെ കയ്യിലും ഉണ്ടാവും. മഞ്ജു പിള്ള ഒരു സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് സീരിയലിലായിരുന്നു. അത് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ഇപ്പോഴും ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും നിറഞ്ഞു തന്നെ നിൽക്കുകയാണ്. ആ ഒരു യാത്ര എങ്ങനെയാണ്? ഇപ്പോഴും അതേപോലെ തന്നെ ഇപ്പം പ്രോഗ്രാമിൽ ജഡ്ജായിരിക്കുന്നു. അത് 2 തട്ടിലും ഒരേപോലെ യാത്ര ചെയ്യുകയാണ്. അതെങ്ങനെയാണ് കാണുന്നത്? ആദ്യം സീരിയൽ തന്നെ ഞാൻ സീരിയൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം, എനിക്ക് കംഫർട്ടായിട്ട്, അതായത് കംഫർട്ടബിൾ ഒരു സോൺ, അതായത് മോള് ഉണ്ടായി. അതിന് മുമ്പ് സീരിയൽസ് ചെയ്തിരുന്നു, ഓടി നടന്ന് ചെയ്തിരുന്നില്ല, അത് തെറ്റായ ഒരിതായി പോവും. കുറച്ച് സെലക്ട് ചെയ്തിട്ട് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. പിന്നെ മോളുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് കുറയ്ക്കേണ്ടി വന്നു. അപ്പോൾ ആദ്യം എന്താ വെച്ചാൽ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നല്ലോ, പഠിത്തത്തിനോടൊപ്പം എനിക്ക് എൻ്റെ ഈ പ്രൊഫഷനും കൊണ്ടുപോകണം എന്നുള്ളൊരു, എൻ്റെ അച്ഛന് ഭയങ്കര താല്പര്യമായിരുന്നു ആക്ടിങ്, ഇതൊക്കെ. അമ്മയ്ക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ എങ്കിലും അച്ഛന് ഭയങ്കര താല്പര്യമായതുകൊണ്ട് അഭിനയിച്ചോളൂ എന്നുള്ളൊരിതുണ്ട്. പിന്നെ വലിയ കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടി അഭിനയിക്കാനുള്ളതുകൊണ്ട് പ്രീ-ഡിഗ്രി സമയത്തൊക്കെ ഞാൻ ലൊക്കേഷനിൽ നിന്നാണ് എക്സാം ഒക്കെ എഴുതാൻ പോയിട്ടുള്ളത്. അങ്ങനെ ഒരു ഇതായതുകൊണ്ട് ട്രിവാൻഡ്രം വിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കോളേജിൽ പോകണം, വെക്കേഷൻ ആകുമ്പോൾ, ഷൂട്ടില്ലാത്തപ്പം. അപ്പം തന്നെ നാളെ ഷൂട്ടില്ല ചേച്ചി, ക്യാൻസലായി എന്ന് പറയുമ്പോൾ അപ്പം തന്നെ എനിക്ക് കോളേജിലേക്ക് പോകാമല്ലോ, അതാണ് ഞാൻ ആലോചിച്ചിരുന്നത്. അതുകൊണ്ട് ട്രിവാൻഡ്രം വിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് സിനിമകൾ ചെയ്യാൻ പറ്റിയില്ല. പഠിത്തത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ TV മാത്രം നിന്നിരുന്നത്. അത് കഴിഞ്ഞ് മകളുണ്ടായപ്പോൾ സീരിയൽ ടോട്ടലി വിട്ടു. സീരിയൽ വിട്ടിട്ട് ഞാൻ തട്ടിമുട്ടി മാത്രം ചെയ്തു. മോളുടെ പഠിത്തം, വളർച്ച, അതൊക്കെ നോക്കണമായിരുന്നു. അങ്ങനെ
അതിലേക്ക് പൂർണ്ണമായിട്ട് ഇതായി. പിന്നെ മോള് കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് സ്വസ്ഥമായല്ലോ, മീൻസ് അവളുടെ കാര്യങ്ങളൊക്കെ സ്വന്തം നോക്കാറായി ഇത് വന്നപ്പോഴാണ്, കോവിഡ് സമയം കൂടെ ആയപ്പോഴാണ് ഞാൻ വീണ്ടും ഹോം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ ടി വിയിലേക്ക് പോയിട്ടില്ല ആക്ച്വലി. ഹോം തന്നെ, ഹോം സിനിമയിൽ തന്നെ നിന്നു. ഹോം കഴിഞ്ഞപ്പോൾ ഫാലിമി, പിന്നെ മലയാളി ഫ്രം ഇന്ത്യ, ഒരുപാട് സിനിമകൾ ചെയ്തു. പിന്നെ കോവിഡ് സമയത്ത് തന്നെ ഏകദേശം ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ ഷോ. അത് 5ാമത്തെ വർഷമാണ്. അപ്പം ആ സമയത്ത് ഒരുപാട് കലാകാരന്മാർക്ക് അന്നമായൊരു ഷോയാണ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി കോവിഡ് സമയത്ത്. അന്ന് വളരെ കോവിഡ് പ്രോട്ടോക്കോളും കാര്യങ്ങളും ഒക്കെ നോക്കി തന്നെയാണ് അത് ചെയ്തിരുന്നത്. നിർത്താൻ പറഞ്ഞിരുന്ന സമയത്ത് നിർത്തിയിരുന്നു, പിന്നെയും അത് റീസ്റ്റാർട്ട് ചെയ്തു. അന്ന് സിനിമയും സീരിയലും ഒക്കെ നിർത്തി വെച്ചിരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് അന്നം കൊടുത്തൊരു ഷോയാണ്, ഇൻക്ലൂഡിങ് മീ, എനിക്ക് ഉൾപ്പെടെ അന്നം തന്നിരുന്ന ഒരു ഷോയാണ്. അപ്പം ഞങ്ങളൊക്കെ പറയുമായിരുന്നു, ദൈവമേ ഈ കോവിഡ് സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് പറയുമായിരുന്നു. എത്രയോ ജനങ്ങൾ ജോലിയില്ലാതിരുന്ന സമയത്തും ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. അപ്പം ആ ഒരു നന്ദിയും കടപ്പാടും ഇതും ഉള്ളതുകൊണ്ട് എത്ര സിനിമ വന്നാലും, പിന്നെ ഇവർക്കൊരു ഗുണം എന്താ വെച്ചാൽ ഏകദേശം ജനുവരിയിൽ തന്നെ ജൂൺ വരെയുള്ള ഡേറ്റ്സ് തന്നു കഴിഞ്ഞു. പാക്ഡ് ആണല്ലോ അവരുടെ ഷോസ്, ഇന്ന ദിവസമാണ്, അടുത്ത മാസം ഇന്ന ദിവസമാണ്. അതുള്ളത് കൊണ്ട് ഏത് സിനിമ വന്നാലും അതൊഴിച്ചിട്ടുള്ള ഡേറ്റ്സ് കൊടുക്കാൻ എനിക്ക് പറ്റാറുണ്ട്. ഏത് വന്നാലും ഞാൻ മാക്സിമം പറയും എനിക്ക് അത് കളഞ്ഞിട്ട് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. എന്നെ കളിയാക്കി തുടങ്ങി, മഴവിൽ മനോരമ ഒരു ചിരിയുടെ മുത്തിയാണെന്ന് ഞാൻ. ഏത് സിനിമ വന്നാലും അത് കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് യാത്ര. യാത്ര വെച്ചാൽ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് വെച്ചാൽ ഞാൻ മാക്സിമം പറയും സിനിമയിലൂടെ എനിക്ക് അത് വിട്ട് വരാൻ പാടില്ല. സിനിമയിൽ ജോണി ചേട്ടനും ബാക്കിയുള്ളവരൊക്കെ ദിലീപേട്ടനൊക്കെ കളിയാക്കി തുടങ്ങി. ഗവൺമെൻറ് ജോലിയാണ്, മഞ്ജുവിൻ്റെ ഗവൺമെൻറ് ജോലിയാണ്, മനോരമ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. ജോണി ചേട്ടൻ പറയും മഴവിൽ മനോരമ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ വിളിച്ച് ചോദിച്ചിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ മഞ്ജുവിനെ കൊടുക്കുമോ മനോരമ തരാമെന്ന് പറഞ്ഞത്. അല്ല, ഈ പ്രോഗ്രാമിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഒത്തിരി ആളുകൾക്ക് അന്നം നൽകി എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമായി തന്നെയാണ് മഴവിൽ മനോരമ അത് കാണേണ്ടത്. അത് നമ്മളൊക്കെ അതിനകത്ത് റെസ്പെക്റ്റ് ചെയ്തു. ചേച്ചി പറഞ്ഞില്ല, ചേച്ചി ഉൾപ്പെടെ ഉള്ളവർക്ക് അന്നം തന്നു എന്ന് പറഞ്ഞു. അതിങ്ങനെ തുടർന്ന് പോകുമ്പോൾ ഓരോ സിനിമകൾ പറയുക അതിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബോറടി ഉണ്ടാകാറുണ്ടോ? ഇല്ല. അതെന്താ അറിയാമോ, സാധാരണ ജനങ്ങൾ പുതിയ പുതിയ ആൾക്കാരാണ് വരുന്നത്, പുതിയ പുതിയ കോമഡിയാണ് കാണുന്നത്, പുതിയ പുതിയ തമാശകളാണ് കാണുന്നത്. അവിടെ വരുന്നവർ സാധാരണ ജനങ്ങളാണല്ലോ. പ്രൊഫഷണൽസ് ഉണ്ട്, പക്ഷേ ഒരു 20% പ്രൊഫഷണൽസ് ഉള്ളൂ. ബാക്കി എല്ലാം സാധാരണ ജനങ്ങളാണ് വരുന്നത്. 80%ഓളം സാധാരണ ആൾക്കാർ, ഇതിനോട് ആഗ്രഹമുള്ളവർ, കഴിവുണ്ടായിട്ടും അവസരം കിട്ടാത്തവർ, അങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത്. പുതിയ പുതിയ തമാശകളാണ് വരുന്നത്. എത്ര പുതിയ തമാശകൾ ഉണ്ടാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് കുറേ ആൾക്കാർ വരുന്നതുകൊണ്ട് എനിക്ക് മടുക്കാറില്ല. ഒരു ജീവിതയാത്രയിൽ എപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ചായിരിക്കും യാത്ര. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിയിൽ നിന്ന് പല കാര്യങ്ങൾ ചിന്തിക്കും, തിരിച്ചു പോകുമ്പോഴും ചിന്തിക്കും. അങ്ങനെ ഒരു യാത്ര ചിന്തിക്കുമ്പോൾ നമുക്ക് വേണമെന്ന് തോന്നിയും വേണ്ടാമെന്ന് തോന്നിയും തിരിച്ചറിയുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. അങ്ങനെ തിരിച്ചറിഞ്ഞ മുഹൂർത്തങ്ങൾ എന്തൊക്കെയായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ ഒരുപാടുണ്ടല്ലോ. ചില വർക്കുകൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ സത്യമാണ്. ഇപ്പം തന്നെ ഒരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഒരു അന്യഭാഷാ ചിത്രം വന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ സംസാരിച്ച് ഞാൻ അത് വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു സ്ഥലം അഡ്വാൻസ് വരെ കൊടുത്തതാണ്. വളരെ ആഗ്രഹിച്ച സ്ഥലമാണ് കുട്ടിക്കാലത്ത്. അവിടെ പോയി അഡ്വാൻസ് വരെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും സിനിമകൾക്ക് ചില പ്രതിസന്ധികൾ വന്നു. സിനിമ ഡേറ്റ്സുകൾ മാറി, ഷൂട്ടിങ്ങുകൾ നീണ്ടു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ മാസം അല്ലെങ്കിൽ നിത്യജീവിതം റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ. എല്ലാ മനുഷ്യരും അങ്ങനെ ആയിരിക്കില്ല, ഒരുപാട് കൂടുതൽ അങ്ങനെ ആയിരിക്കും, കൂടുതൽ ആൾക്കാരും അങ്ങനെ ആയിരിക്കും. അപ്പം നമ്മളിങ്ങനെ റോൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ചില സിനിമകളായിരുന്നു അല്ലെങ്കിൽ ചില വർക്കുകളായിരുന്നു എനിക്കിത് വാങ്ങാൻ പ്രചോദനമായത്. ഇത് കിട്ടുമ്പോൾ നമുക്കത് കൊടുത്ത് തീർക്കാം എന്നുള്ള. അപ്പോൾ അത് നീണ്ടുപോയപ്പോൾ എനിക്ക് ആ സ്ഥലം നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പോൾ എനിക്കത് സ്ഥലം വിൽക്കാനും വിടാനും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, വാങ്ങാനും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ വേണോ വേണ്ടയോ എന്ന് കുറേ ആലോചിച്ചിട്ട് അത് വേണ്ടാന്ന് വെക്കുമായിരുന്നു. എനിക്ക് ലോണും കാര്യങ്ങളും എല്ലാം എനിക്ക് ഓക്കെ ആയിരുന്നു. അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. ആ സ്ഥലം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു.
അത്ര ഇഷ്ടപ്പെട്ടതായിരുന്നു. ഞാൻ ആ പുള്ളിക്കാരോട് പറഞ്ഞത് അതാണ്, ചേട്ടാ ഞാൻ ഓക്കെ ആവുകയാണെങ്കിൽ ചേട്ടനെ വിളിക്കും, അന്ന് ആ സ്ഥലം പോയിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ വാങ്ങിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ് കൊടുത്ത തുക അതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ തമ്മിലൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ്. അത് പുള്ളിയും പറഞ്ഞു, ഞാനിപ്പോൾ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തന്നാലും അതവിടെ ഇരിക്കുകയാണ്. പുള്ളി സ്ഥലം പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അഡ്വാൻസ് തിരിച്ചു തരുമായിരിക്കും, എനിക്ക് ആവശ്യം വരുമ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ തരുമായിരിക്കും. അതൊക്കെ ഒരു മനുഷ്യ ഇതല്ലേ. തീർച്ചയായിട്ടും നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടാകാറുണ്ട്. ഞാൻ ഒരുപാട് പൈസ ഒന്നും അഡ്വാൻസ് കൊടുത്തിട്ടില്ല. അല്ല, നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ, അതുപോലെ ഒരു നഷ്ടമാണിത്. തീർച്ചയായിട്ടും അത് നഷ്ടങ്ങൾ, വേലിയേറ്റവും വേലിയിറക്കവും അല്ലേ ജീവിതം. ഒരു കയറ്റത്തിന് ഒരു ഇറക്കം, അത്രയേ ഉള്ളൂ. എല്ലാം നഷ്ടങ്ങൾ മാത്രമല്ലല്ലോ, നമുക്ക് നേട്ടങ്ങളും ഒരുപാട് ഉണ്ടായിട്ടില്ലേ. അപ്പം അതിൽ നമുക്ക് എന്തുണ്ട് എന്നുള്ളത് തൃപ്തയാവുക. ഒരു വിജയത്തിലേക്കുള്ള കുതിപ്പിൽ എപ്പോഴും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളുകൾ ഉണ്ടാവും അല്ലേ. ഇപ്പം എനിക്കൊരു വിജയകാലം ഉണ്ടാകുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരായിരിക്കും, അങ്ങനെ കുറച്ച് പേര് നമുക്ക് എടുത്തു പറയാം. അങ്ങനെ ഒരു വിജയയാത്രയ്ക്ക് എപ്പോഴും കൂടെ കൈ പിടിച്ച് നടക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞാൽ ആരെ പറയാൻ പറ്റും? അമ്മ. എൻ്റെ അമ്മ, എൻ്റെ മോള്, അച്ഛൻ പിന്നെ ഈ പറഞ്ഞ പോലെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് കുറവാണ്. അതിന് അച്ഛാ എനിക്കിങ്ങനെ ഒരു സിനിമ കിട്ടി കേട്ടോ, ഇങ്ങനെയാണ്. ആണോ, ഓക്കെ, ഇത്ര ഉണ്ടാവുള്ളൂ. അമ്മ, ആണോ, ആരാടി അതില്, എന്താ, എത്ര ദിവസം ഉണ്ട്, എവിടെ, ഇങ്ങനെ അമ്മ ചോദിക്കും. പക്ഷെ എൻ്റെ അച്ഛനാണെങ്കിൽ ആണോ, ഓക്കെ ഓക്കെ, പക്ഷെ അതിൽ സന്തോഷം ഉണ്ടാവും. അച്ഛൻ എനിക്കൊരു അവാർഡ് കിട്ടി, ആണോ, എന്താ പാടാ, വെരി ഗുഡ്, അത്ര ഉണ്ടാവുള്ളൂ അച്ഛൻ. അമ്മയ്ക്കാണെങ്കിൽ ആണോ, എന്നാടി ഇത്, എപ്പോഴാതി പോകുന്നത്, എവിടെ വെച്ചാ, അയ്യോ അവിടെയാണോ, അപ്പം എനിക്ക് വരാൻ പറ്റത്തില്ല, ഇങ്ങനെ അമ്മ സംസാരിക്കും. അപ്പം എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, മോള്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, ഒരു 4-5 ഫ്രണ്ട്സ്. അവരാണ് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും. ഓഫ് കോഴ്സ്. പിന്നെ എൻ്റെ ഡയറ്റീഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മി, മനീഷ്. പിന്നെ എനിക്കൊരു സിസ്റ്ററുണ്ട്, സിനി. എൻ്റെ ചേച്ചി വേറൊരു സിസ്റ്ററുണ്ട്, സിന്ധു. ഇവരൊക്കെ ആയിട്ടാണ് ഞാൻ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, നമ്മുടെ കൂടെ പേരായിട്ട് അഭിനയിച്ചാൽ എന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറയാൻ ആരെ പറയും? ഇന്ദ്രൻ സേട്ടൻ. ഇന്ദ്രൻ സേട്ടൻ, അയ്യോ അതൊരു വേറൊരു മനുഷ്യനാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര ചേട്ടനാണ്. എനിക്ക് കൂട്ടുകാരി എന്നാണ് വിളിക്കുന്നത്. ഞാൻ കൂട്ടുകാരാ ഡാർലിംഗ് എന്നൊക്കെ വിളിക്കും. എന്നെ കൂട്ടുകാരി, എവിടെയാണ് കൂട്ടുകാരി? എപ്പോഴെങ്കിലുമൊക്കെ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും വല്ലപ്പോഴും ഒരിക്കൽ ചിലപ്പോൾ നമ്മളുടെ തിരക്കിനിടയിൽ വിട്ടുപോകും, എങ്കിലും ഞാൻ വിളിക്കാറുണ്ട്. 1 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും ഞാൻ വിളിക്കും, എവിടെയാണെന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ വിളിച്ചില്ലെങ്കിലും തിരിച്ച് വിളിച്ചിട്ട് എവിടെയാടാ എന്ന് ചോദിക്കുന്ന ഒരാളാണ് ഇന്ദ്രേട്ടൻ. എനിക്ക് ഒരു അനുഭവം എങ്ങനെയായിരിക്കും ഇന്ദ്രൻസേട്ടുള്ള അഭിനയിക്കുമ്പോഴുള്ള അനുഭവങ്ങൾ ഒന്ന് എങ്ങനെയായിരിക്കും? ചുമ്മാ ഇരിക്കുന്ന ഇന്ദ്രൻസേട്ടന് അഭിനയിക്കാൻ ഒരു സ്ക്രീനിൻ്റെ മുമ്പിൽ വരുമ്പോൾ എല്ലാവരും മാറുവാണ്, അങ്ങനെ ഒരു ചേഞ്ചും വെറുതെ ഇരിക്കുമ്പോഴുള്ള ഒരു ചേഞ്ചും എങ്ങനെയാണ് ഇന്ദ്രൻസേട്ടൻ? വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര കുസൃതിയാ, ഭയങ്കര ചട്ടമ്പിയാണ് ഇന്ദ്രേട്ടൻ. വെറുതെ ആവശ്യമില്ലാതെ ഈ കൊച്ചു പിള്ളേരുടെ കാട്ടിലും കഷ്ടമായിട്ട് കുസൃതികൾ കാണിക്കുന്ന ഒരാളാണ് ഇന്ദ്രൻസേട്ടൻ. പറ്റിക്കലുണ്ടല്ലോ, അവിടെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് പോകുമ്പോൾ കസേര ചാടി കയറി ഇരിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ കുസൃതികളാണ് ഞാൻ പറയുന്നത്. ഇത് മാറിക്കഴിയുമ്പോൾ തൊട്ട് മുമ്പ് നമ്മളോട് ചോദിക്കും, എടാ ഞാനത് എങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ, എന്ത് ചെയ്യും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഇപ്പം ഒരു ഹോമിൽ നമുക്കൊരു ഫ്രിഡ്ജും കൂടി വാങ്ങിയാലോ എന്ന് ചോദിക്കുന്ന ഒരു ഇതിൽ അതിനകത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്, 2 കട്ടിലും കൂടെ ഇട്ട് നീ അതിനകത്ത്, അങ്ങനെ ഒരു ഡയലോഗ്. അത് ഞാൻ ഇതിൽ പറഞ്ഞതാ, അങ്ങനെ കൂടെ പറഞ്ഞാലോ എന്ന്. അത് ഇന്ദ്രേട്ടൻ ഒരു മടിയില്ലാതെ അത് ഏറ്റുവാങ്ങി പറഞ്ഞു. നമ്മളൊരു സജഷൻ പറഞ്ഞാൽ ഇന്ദ്രേട്ടൻ എപ്പോഴും പറയും, എടാ നീയാണ് പേരായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ഫ്രീഡമാണ്, വേറെ ആരെങ്കിലും വരുമ്പോൾ എനിക്ക് ടെൻഷനാണ്, കാരണം എങ്ങനെ എടുക്കും. ഇപ്പോഴും അങ്ങനത്തെ ഒരാളാ ഇരിക്കും ഇന്ദ്രേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസേരയുടെ അറ്റത്തേ ഇരിക്കുള്ളൂ, അല്ലേ, അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പോൾ വളരെ ജെന്യൂൻ ആയിട്ടുള്ള, ഇപ്പോഴും സ്റ്റാർഡം തലയ്ക്ക് പിടിക്കാത്ത ഒരു പാവപ്പെട്ട ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പം സിനിമയിൽ ഇപ്പോഴും കോണ്ടാക്ട്സ് ഉള്ളതും ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ഇന്ദ്രൻസേട്ടനെയാണ്. ഉഗ്രൻ ആക്ടറുമാണ്, 100% ഉഗ്രൻ ആക്ടറാണ്. ഈ ചെയ്തു വെച്ച സിനിമകളിൽ പല കഥാപാത്രങ്ങളുണ്ടല്ലേ, എന്നും മനസ്സിലിരിക്കുന്ന കഥാപാത്രം ഏതായിരിക്കും? എൻ്റെയോ?
എൻ്റെ കുട്ടിയമ്മ എൻ്റെ എപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ ഫേവറേറ്റാണ് പേഴ്സൺ. കാരണം എനിക്കൊരു തിരിച്ചുവരവ് തന്നത്, ജനങ്ങളുടെ ഇടയിൽ എന്നെ ജനകീയമാക്കിയത് കുട്ടിയമ്മയാണ്. സിനിമ വേൾഡ് ആ കഥാപാത്രത്തിൽ വേറെ ആരെയും അവർ ചിന്തിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവിൽ. ഇല്ല, ഉണ്ടായിരുന്നു. ആ സമയത്ത് കോവിഡിൻ്റെ ആ സമയമായിരുന്നല്ലോ. ആ സമയത്ത് കാസ്റ്റ് തന്നെ വേറെ ആയിരുന്നു. അന്ന് കാസ്റ്റ് വേറെ, എനിക്ക് ഇന്ദ്രേട്ടൻ്റെ അറിയില്ല. പക്ഷേ എൻ്റെ ഇതിലേക്ക് ഉർവശി ചേച്ചിയെ അവർ ആദ്യം നോക്കിയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോവിഡ് ആയതുകൊണ്ട് ഈ പ്രോട്ടോകോളൊക്കെ വേണമല്ലോ, യാത്രയും കാര്യങ്ങളും ഒക്കെ. ഇവിടെ വന്ന് പിന്നെ എത്രയോ നാള് ഇതിലിരിക്കണം, ക്വാറന്റൈൻ ഇരിക്കണം, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് അവർ ആ സമയത്ത് എന്തോ മാറ്റി ചിന്തിച്ചതാണ് ഇന്ദ്രേട്ടനെയും എന്നെ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണെങ്കിൽ, തെറ്റാണെങ്കിൽ സോറി. എനിക്കുള്ള അറിവനുസരിച്ച് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്നാണ്. ആ കുട്ടിയമ്മ ഒരു ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു, ഒരു മാറ്റമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള സിനിമകളെല്ലാം വേറെ രീതിക്ക് യാത്ര ചെയ്തു. ഇപ്പോൾ ഫാലിമി ആണെങ്കിലും നമുക്ക് ഗംഭീര അഭിനയമാണ് കാഴ്ചവെച്ചത്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതിൽ വേറെ വെറൈറ്റി അമ്മയായിട്ട് അല്ല, വേറെ വെറൈറ്റി ആണ്. ഈ മാറി മാറി ഓരോ സീനുകൾ ചെയ്യുമ്പോൾ, ഓരോ സിനിമയിൽ മാറി മാറി അമ്മ വേഷങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ആരെങ്കിലും നമ്മൾ കാണാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ സ്വന്തം അമ്മയെ കാണാറുണ്ട്? കുട്ടിയമ്മ ചെയ്യുന്ന സമയത്ത് കുട്ടിയമ്മ നമ്മുടെയൊക്കെ വീടുകളിലുള്ള അമ്മയുടെ വേറൊരു രൂപമാണ്. അമ്മയ്ക്കൊരു മുഖേ ഉള്ളൂ, മിക്ക അമ്മമാരും ഒരുപോലെയാണ്. മെയിൻലി കുട്ടിയമ്മ ഞാൻ, എൻ്റെ അമ്മ, ലളിത അമ്മ, സുജിത്തിൻ്റെ അമ്മ, അങ്ങനെ കുറേ, എൻ്റെ പേരമ്മ, അങ്ങനെ കുറേ അമ്മമാരെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവരൊക്കെ അങ്ങനെ ഒരു, അതായത് വീട്ടിൽ കിടന്ന് പണി, ഇഷ്ടംപോലെ പണിയും എല്ലാം ചെയ്യും, എല്ലാത്തിനും മുമ്പിലുണ്ടാവും, അസുഖങ്ങളൊന്നും ഒരു മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇപ്പം ആ കുട്ടിയമ്മയ്ക്ക് വയ്യാഴികയുണ്ട്. അപ്പം കുട്ടിയമ്മ അതിനകത്ത് പറയുന്നുണ്ട് ഡയലോഗ്, നേഴ്സായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി അത് ഉപേക്ഷിച്ചിട്ട് ഇപ്പം അച്ഛൻ്റെ കാര്യം നോക്കി നിൽക്കുക എന്നുള്ളൊരു പറയുന്നുണ്ട്. കുറേ ഓടിയതാ ചെറുപ്പത്തിൽ എന്ന് പറയുന്നുണ്ട് ഇന്ദ്രേട്ടൻ്റെ ഡയലോഗ്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ്, എത്ര വയ്യെങ്കിലും രാവിലെ എണീക്കാൻ വയ്യെങ്കിലും പ്രാഗി വന്ന് നിൽക്കും, എല്ലാം ചെയ്യും. വൈകുന്നേരം തോറ്റം പറിച്ചില്ല, കൈ വയ്യ, കാല് വയ്യ, അത് വയ്യ, അമ്മ ഞാൻ ഒരാളെ നിർത്താം, വേണ്ട അത് വന്നാൽ ശരിയാവില്ല, ആര് നിന്നാലും അമ്മ കുക്ക് ചെയ്താലേ ശരിയാവും, അത് ശരിയാവത്തില്ല എന്ന് പറയും. ഇത് തന്നെയാണ് സുജിത്തിൻ്റെ അമ്മ. എത്ര വയ്യെങ്കിലും രാവിലെ എഴുന്നേറ്റ് പണിയെടുക്കും. അവിടെ അമ്മ പിന്നെ എന്ന് വെച്ചാൽ ഒരു 10-11 മണിയാകുമ്പോൾ പിന്നെയും 1 മണിക്കൂർ കിടക്കും, പിന്നെയും തിരിച്ചു വന്നിട്ടാണ്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, നമ്മുടെ വീടുകളിലൊക്കെ പലർക്കും പല സമയത്താണ് ഭക്ഷണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലവർ 8 മണിക്ക് കഴിച്ചാൽ ചിലവർ 10 മണിക്ക് കഴിക്കും, ചിലവർക്ക് 1 മണി കഴിച്ചാൽ 3 മണിക്ക് ഭക്ഷണം കഴിക്കുകയുള്ളൂ. വന്ന് കയറുന്ന ചിലപ്പോൾ പിള്ളേരൊക്കെ 2-3 മണിക്കാണെങ്കിൽ, ഇതിനൊക്കെ പുറകെ നിൽക്കുന്ന അമ്മമാരാണ്. അപ്പം അത് എനിക്ക് അവരെയൊക്കെ റെഫർ ചെയ്തിട്ടാണ് കുട്ടിയമ്മ ചെയ്തത്. നടത്തം, ലളിതാമ്മയുടെ നടത്തമൊക്കെ ഞാൻ എടുത്തിരുന്നു. ലളിതാമ്മ റിയൽ ലൈഫിൽ കാല് വയ്യായിരുന്നു, അപ്പം അതെടുത്തിരുന്നു. കാലിമിലേക്ക് വന്നപ്പോഴത്തേക്കും അങ്ങനെ ഒരുപാട് സ്ത്രീകളെ നമുക്ക് കണ്ടിട്ടുണ്ട്. അതായത് ഉള്ളുകൊണ്ട് അവർ ഭയങ്കര ബോൾഡായിരിക്കും, പക്ഷെ നിസ്സഹായത ഉണ്ട്. നിസ്സഹായതയാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം അവരാണ് പണിക്ക് പോകുന്നത്, ഭർത്താവ് ജോലിയൊന്നും എടുക്കൂല, ഭർത്താവ് മറ്റേ പ്രസ് ഇട്ടിട്ട് കൊണ്ടുവന്ന് നശിപ്പിച്ചു, ഇവര് ജോലിക്ക് പോയിട്ടാണ് ചെയ്യുന്നത്. ഒരു നിസ്സഹായത കിടക്കുന്നത്. അതായത് ഭർത്താവാണ്, ഉപേക്ഷിക്കാനും പറ്റൂല, ആയ കാലത്ത് അയാൾ നോക്കിയിട്ടുണ്ടാവണം, സ്നേഹം കിട്ടിയിട്ടില്ല. അതിനകത്ത് നിതീഷ് പറഞ്ഞ ഒരു ഇതുണ്ട്, അതിനകത്ത് ട്രെയിനിൽ നിന്ന് ചാടുന്ന ഒരു സീൻ ഉണ്ടല്ലോ, ആ സീക്വൻസിലാണ് വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ അയാളുടെ ഭാര്യയെ ഒന്ന് തൊടുന്നത്. ആ സമയത്തായിരിക്കണം. അതാണ് നിതീഷിൻ്റെ കോൺസെപ്റ്റ് ആയിരുന്നത്. അതായത് ഒരു സ്നേഹത്തോടെ ഒന്ന് തൊടുകയോ ഒന്ന് ഹഗ് ചെയ്യുകയോ ഒന്നും ചെയ്യാത്തൊരു മനുഷ്യൻ. ഇവരും ഇങ്ങനെ ജീവിക്കുന്നു, മക്കളുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, മക്കളുടെ കാര്യം നോക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മോനും എന്തൊക്കെയോ ചെയ്യുന്നു. അത് നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതാണ് അവിടെ പിടിച്ചിരിക്കുന്നത് അല്ലേ. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും മറക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഭവം എന്തായിരിക്കും? എനിക്ക് മറക്കണം, അത് എനിക്കിനി വേണ്ട, അതിനെക്കുറിച്ച് ആലോചിക്കണ്ട, അങ്ങനെ ചിന്തിക്കുന്ന സമയത്തായിരിക്കും. പാസ്റ്റ്, നമുക്ക് വിഷമമുള്ള പാസ്റ്റ്, നമുക്ക് സങ്കടം തരുന്ന പാസ്റ്റുകൾ, അത് വേണ്ട, അത് കഴിഞ്ഞതല്ലേ. നമ്മുടെ പാസ്റ്റുകളെല്ലാം കഴിഞ്ഞതാണ്. കഴിയാത്ത പാസ്റ്റ് എന്നേ ഉള്ളൂ, വീടിന് വേണ്ടി എടുത്ത ലോൺ. അത് കഴിയില്ല, അത് പ്രസന്റ് ആണ്, ഫ്യൂച്ചറാണ്. പക്ഷെ അല്ലാതെ
നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യവും പാസ്റ്റാണ്. മറക്കാൻ പറ്റാത്തത് ലോൺ മാത്രമേ ഉള്ളൂ. ഒരിക്കലും മറക്കാൻ പറ്റില്ല. മറക്കാൻ പറ്റില്ല. അത് വണ്ടിക്കാണെങ്കിലും വീടിനാണെങ്കിലും. വീടിനാണെങ്കിലും അത് നമുക്ക് ലോൺ പ്രസന്റും ഫ്യൂച്ചറും ഒക്കെയാണ്, പാസ്റ്റ് മാത്രമല്ല. വേണ്ട എന്ന് തോന്നിയിട്ട് പിന്നെ അതിനെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടായിരുന്നു എന്നാൽ ഒന്ന് തിരിച്ചു പിടിച്ചേക്കാം, അങ്ങനെ എന്തെങ്കിലും പിടിച്ച സംഭവമുണ്ടോ? അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് തിരിച്ചു പിടിച്ച സംഭവങ്ങളൊന്നുമില്ല. വേണമെന്ന് ഓർത്തിട്ട് കിട്ടായിരുന്ന ഇപ്പൊ സ്ഥലത്തിന്റെ കാര്യം മാറ്റി നിർത്തുക, അതെ, അതെ, അത് മാറ്റി അതെ, നിർത്തുക. അതെ, അല്ലാതെ അതെ. എന്തെങ്കിലും ഒരു സിനിമ എനിക്കത് വേണമായിരുന്നു, ആ സിനിമ ഒരു സിനിമ കണ്ടു പക്ഷെ എൻ്റെയിലേക്ക് വന്നില്ല എന്ന് ചിന്തിച്ച സിനിമകളുണ്ടോ, കണ്ട സിനിമകൾ? അങ്ങനെയല്ലേ, അത് ഒരുപാട് സിനിമകളുണ്ടാവും. ചില പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതിനകത്ത് അഭിനയിച്ച ആക്ടേഴ്സിനെ നമ്മളത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അവരും നന്ന ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും വെച്ചാൽ അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. അതങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. മഞ്ജു പിള്ള എന്നൊരു ആക്ടറെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ട് പിന്നീട് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? അറിയത്തില്ല, നമ്മുടെ അറിവിലില്ല. ഇല്ല. ഞാൻ വേണ്ടാന്ന് വെച്ച സിനിമകളുണ്ടാവും. എന്നെ മാറ്റി നിർത്തിയ സിനിമകൾ പല സ്ഥലത്തും എനിക്കറിയില്ല. അതിൽ സത്യസന്ധത ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എൻ്റെ തെറ്റിദ്ധാരണയാണോയെന്നും അറിയില്ല. പല സ്ഥലത്തും എൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്? വേണ്ടാന്ന് വെച്ചിട്ട് അവർ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞതാണ്. അപ്പം അതിൽ എനിക്ക് സത്യാവസ്ഥ അറിയില്ലല്ലോ. ഇതിൽ നമ്മൾ അറിയാത്തൊരു കാര്യം പറയാൻ പാടില്ല, നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം പറയാൻ പാടില്ല. കാരണം അതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നറിയില്ല. ഇപ്പം ഞാനും നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് സത്യം നിൽക്കുന്നത്. ഞാൻ പറയുന്നതോ നിങ്ങൾ പറയുന്നതോ അല്ല സത്യം, ഇതിനിടയിലാണ് സത്യം നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ കേട്ടിരുന്നു നമ്മൾ. അങ്ങനെ കേട്ടിരുന്നു. പിന്നെ ഒരു ആർട്ടിസ്റ്റും അയാളുടെ കൂടെ ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒഴിവായി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, ഒരു 3-4 പ്രാവശ്യം. ഓ, ആർട്ടിസ്റ്റ് ഇപ്പോഴും സജീവമായിട്ടുണ്ട്. പിന്നെ എനിക്കറിയാം, ഇവരെയൊക്കെ അറിയാലും ഞാൻ കണ്ട ചിരിച്ചു കാണിക്കും, ഞാൻ ചിരിക്കും, ഞാൻ അവരോട് വർത്തമാനം പറയും. ഞാൻ അറിയാമെന്ന് ഭാവിക്കില്ല, കാരണം ഇതിനൊക്കെ തീരുമാനം ഉണ്ടാക്കേണ്ട ഞാനല്ല. കർമ്മ ഈസ് ദെയർ. കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ്. അവരെ കാണുമ്പോൾ എങ്ങനെയാ പിന്നെ മഞ്ജു പിള്ള എന്ന് പറഞ്ഞ ആക്ടർ ചിരിക്കാൻ തോന്നുന്നു? അവര് നമ്മളെ വേണ്ട 1 അല്ല 3 വട്ടം എന്നാണ് പറയുന്നത്. 3-4 പ്രാവശ്യം മഞ്ജു പിള്ള എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ അവർ പറ്റില്ല എന്ന് പുള്ളി പറയില്ല, പറ്റില്ല എന്ന് പറയില്ല, നൈസ്ലി ഒഴിവാകും. ആദ്യം ചെയ്യാന്ന് പറയും, അത് കഴിഞ്ഞ് ഞാനാണ് കൂടെ എന്ന് ഒഴിവാകും. നൈസ്ലി എനിക്ക് ടൈമില്ല, നീ ഒന്നും കൂടെ തിരുത്തിയിട്ട് വന്നൊക്കെ പറഞ്ഞു ഒഴിവാകും. നല്ല രസമല്ലേ? അത് വേദനിപ്പിച്ചിട്ടില്ലേ തുടക്കത്തിലൊക്കെ? ബിക്കോസ് എനിക്ക് ആ ആക്ടർ വന്നത് എങ്ങനെയാണെന്ന് നന്നായിട്ട് അറിയാം, ആക്ടർ എന്തായിരുന്നു നന്നായിട്ട് എനിക്കറിയാവുന്നൊരു വ്യക്തിയാണ്. സോ ആദ്യം ഇവൻ എന്ത് കണ്ടിട്ടാ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോർമലായി. പുള്ളി ഇല്ലെങ്കിൽ വേറെ അതിലും വലിയ ആക്ടേഴ്സ് ഇപ്പുറത്ത് കിടക്കുന്നു, അവരുടെ കൂടെ ഞാൻ അഭിനയിക്കുന്നു. മുൻവൈരാഗ്യമുണ്ടോ? ഒന്നുമില്ല. എന്താന്ന് എനിക്കറിയില്ല. എനിക്കൊരു നായിക ഫേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ആ കാറ്റഗറിയിൽ വരാത്തതുകൊണ്ടായിരിക്കാം. ഞാനെല്ലാം ഏജ്ഡ് ക്യാരക്ടറും ക്യാരക്ടർ റോൾസും ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം, അറിയില്ല. ഇത് വന്ന് പറയുന്ന പ്രൊഡ്യൂസർമാർ തന്നെയാണ് പറയുന്നത്, ഡയറക്ടറാണ് പറയുന്നത്? ആദ്യം ഇപ്പം മഞ്ജുവിൻ്റെ അടുത്ത് കഥ പറയുന്നു, പിന്നീട് ആക്ടറിൻ്റെ അല്ലെങ്കിൽ ആക്ടറിൻ്റെ അടുത്ത് കഥ പറയുന്നത്, പിന്നെ മഞ്ജുവിനെ അതിലേക്ക് വരുത്തുന്നു, അത് തന്നെ പോയി പറയുമ്പോഴായിരിക്കും ഒഴിവാകുന്നത് സ്വാഭാവികമായിട്ട്. അത് വീണ്ടും വന്ന് പറയുന്ന മഞ്ജുവിൻ്റെ അടുത്ത് വന്ന് പറയുന്ന ആരായിരിക്കും? ഡയറക്ടർ ആയിരിക്കും, പ്രൊഡ്യൂസർ ആയിരിക്കും? ആദ്യം ഒന്നും പറയില്ല. പ്രൊഡക്ഷൻ ടീമിൽ നിന്നും ഒരിക്കൽ ഒരു വർക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഡയറക്ടറാണ് പറഞ്ഞത്, അദ്ദേഹം അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയ്യോ അതെന്താ എന്ന് ചോദിച്ചു. അപ്പം ആദ്യത്തെ പ്രാവശ്യം മാറിയപ്പോൾ ഞാൻ നോർമലായിരിക്കും എന്ന് വിചാരിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം മാറിയപ്പം ചെറിയൊരു സംശയം. മൂന്നാമത്തെ പ്രാവശ്യം മാറിയപ്പോൾ ഞാൻ ചോദിക്കാൻ നിന്നില്ല, ഞാൻ അവരോട് പറയായിരുന്നു ഞാനാണെന്ന് അറിഞ്ഞാൽ പുള്ളി ചെയ്യില്ല കേട്ടോ. അങ്ങോട്ട് പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പോയി ചോദിച്ചപ്പം കറക്റ്റായിരുന്നു, സംഭവിച്ചു. അതിനുശേഷം എനിക്കിപ്പോൾ അറിയാം. അത്തരം അയാളുടെ പേര് പറയുമ്പോൾ തന്നെ നമ്മളാണെങ്കിൽ അഭിനയിക്കില്ല, അങ്ങോട്ട് അഡ്വാൻസ് പറഞ്ഞു തുടങ്ങി. ഞാനിപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പറഞ്ഞു എനിക്ക് പറ്റില്ല എന്നുള്ളത്. എനിക്ക് പറ്റില്ല എന്നല്ല, ഞാനാണെങ്കിൽ അവിടെ പറ്റില്ല, ഞാൻ റെഡിയാണ്. പക്ഷെ പുള്ളിക്ക് ആദ്യം
പുള്ളിയുടെ സമ്മതം ചോദിക്കൂ. എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു മനസ്സാകുന്നു അല്ലേ ഈ മലയാള സിനിമയിൽ? അല്ല ഇപ്പം മഞ്ജുപിള്ളയ്ക്ക് മാത്രമല്ല അങ്ങനെ അനുഭവം ഉണ്ടായ ഒരു കുറേ പേരുണ്ട്. ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നായകന്മാർക്കും ചില നായകന്മാർ നിൽക്കാറില്ല. അങ്ങനെ അനുഭവമുള്ളവരുണ്ട്. ചില നായകന്മാർ വരുമ്പോൾ ചില നായകന്മാർ എനിക്ക് അവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് വളരെ നൈസായിട്ട് ഒഴിവാകുന്ന, ഞാൻ തന്നെ കഥ പറയാൻ പോയ സ്ഥലത്ത് ഉണ്ടായ അനുഭവങ്ങൾ എനിക്കറിയാം. അങ്ങനെ സംഭവങ്ങളുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ അവർ ചിന്തിക്കുന്നുവെന്ന് പിന്നീട് ആലോചിച്ചിട്ടുണ്ടോ മഞ്ജുപിള്ള? ചുമ്മാ സിനിമ ഗ്യാങ്ങിലിരിക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇതിൽ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ അറിയാം. അപ്പോൾ കുറച്ച് പേർക്ക് കേട്ടോ, എല്ലാവർക്കും ഒന്നും അറിയില്ല. വളരെ ക്ലോസ് ഫ്രണ്ട്സ് 1-2 പേർക്ക് അറിയാം. അല്ല, ഇതിൽ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ ചിന്തിച്ചിരിക്കുന്നത്, അദ്ദേഹം വളരെ നായക നിരയിൽ ഇരിക്കുകയും ക്യാരക്ടർ റോൾസ് ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു നടനാണ്. അപ്പോൾ മേ ബി നായിക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഏജിലുള്ള ഒരു സംഭവമാണെങ്കിൽ, മീൻസ് ഈ ഏജിലുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നതെങ്കിൽ പോലും എൻ്റെ പേരായിട്ട് വേണ്ടാന്ന് തോന്നുന്നത് കുറച്ചും കൂടെ സ്റ്റാർ വാല്യൂ, ഫേസ് വാല്യൂ ഉള്ള ഒരാൾ വേണം എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കണം. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ അടുത്ത് നമ്മളെന്തിനാ ആലോചിച്ച് തല പോയിക്കുന്നത്? വേറെ വല്ലതൊക്കെ ചിന്തിച്ചിരിക്കും അല്ലേ? അല്ല, മഞ്ജു അങ്ങനെ ചിന്തിച്ച് കുറെ നാൾ ചിന്തിച്ചോണ്ടാണ് അല്ല, അത് ആദ്യത്തെ പ്രാവശ്യം ചിന്തിച്ചത്, രണ്ടാമത്തെ പ്രാവശ്യം ചിന്തിച്ചു, മൂന്നാമതാണ് പറഞ്ഞു. അത് നമ്മൾ ചിന്തിക്കുമല്ലോ. അടുപ്പിച്ച് 4 പ്രാവശ്യമാണ് ആ കഥയായിട്ട്. അല്ല, നമ്മളൊരാളെ തെറ്റിദ്ധരിക്കുന്നതിന് മുമ്പ് നമ്മളൊന്നും അതിനെ പുള്ളിയെ കുറിച്ച് പഠിക്കണം. നമ്മൾ തെറ്റിദ്ധരിക്കാം, ആവശ്യമില്ലാതെ കയറി തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആദ്യത്തത് ഞാൻ വെച്ചു, രണ്ടാമത്തതും കൂടെ ആയപ്പോഴാണ് ഇതെന്തോ മൂന്നാമത്തത് പന്തികേടുണ്ട് നമുക്ക് മനസ്സിലായത്. നമ്മളൊരാളെ തെറ്റിദ്ധരിക്കും മുമ്പ് നമ്മൾ അയാളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. തിരുവനന്തപുരം കൊച്ചിയോ? അല്ല, ഇനി അതിനകത്ത് കമന്റ് കുറെ ആൾക്കാരുടെ പേരെഴുതും, അവരൊക്കെ ദുഃഖിക്കും ഇനി. അതാണ് ഇല്ല, അതിലാരും കമന്റ് എഴുതുകയോ, ഞാൻ ഇപ്പോഴും പറയുന്നു, ആരും കമന്റ് എഴുതി പല പേര് വരും എന്തായാലും. ആരും വരില്ല, ആരുടെ പേരും പറയില്ല. കാരണം അത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളേ അല്ല. അതാ തിരുവനന്തപുരം കൊച്ചിയെന്ന് ചോദിച്ചാൽ പിന്നെ എളുപ്പമുണ്ട് ആളുകൾക്ക് ഞാൻ ചോദിച്ചത്. അതൊന്നും അറിയില്ല, അതൊക്കെ പോട്ടെ. ഞാനതൊക്കെ കുഴിച്ചു മാന്തി അതിനകത്തിട്ട് മൂടി. പക്ഷെ അത്തരം ചിന്താഗതിക്കാർ നേരത്തെ ഇപ്പം മഞ്ജു പറഞ്ഞ പോലെ അത് നമുക്ക് വിധിച്ച സിനിമകൾ നമുക്ക് കിട്ടും, അതൊരു മാറ്റമില്ല. മഞ്ജു എവിടെ വരെ എത്തി? മഞ്ജു പിള്ളയാണോ? ഞാൻ ചെയ്യില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. നൈസായിട്ട് ഒഴിവാകും, നൈസായിട്ട് പുള്ളി അങ്ങ് ഒഴിവാകും. കാരണം ഇത് തന്നെ നമുക്ക് പറ്റിയ ഇപ്പൊ നേരത്തെ പ്രാവശ്യം അല്ല, ഒരിക്കലും ഒരു പ്രാവശ്യം ഇങ്ങനെ എൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞു. പുള്ളിക്കാരി ചെയ്യുന്ന സംഭവം അല്ലേ, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഞാൻ കോട്ട് ചെയ്തത് അതാണ് പ്രശ്നം. അത് ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ കിടന്ന് എനിക്ക് ഉരുളണ്ട, അത് വിട്ടേരെ. ആൾക്കാർ ചോദിക്കുന്നതല്ലേ, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അല്ല, ഞാനത് ചോദിച്ചു മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലും എൻ്റെ മനസ്സിലും ഒരാൾ ചിത്രം തെളിയുന്നു അല്ലേ, മറ്റുള്ളവരുടെ മനസ്സിലും ചിത്രം തെളിയുന്നു. ആ ചിത്രങ്ങൾ നമുക്ക് തെളിയട്ടെ, അങ്ങനെ തെളിഞ്ഞു നിൽക്കട്ടെ. ഒരു കാലം ഉണ്ടാവും അതിനൊക്കെ. കാലം പറയും അതാരാണെന്ന്. തീർച്ചയായിട്ടും കാലം പറയും ആരാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് മഞ്ജു പറഞ്ഞ ഒരു കാര്യം. മഞ്ജുവിന് കിട്ടുന്ന വേഷങ്ങൾ മഞ്ജുവിന് കിട്ടുന്നത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ കാണേണ്ട മനസ്സ് ഇന്ദ്രൻസേട്ടന്റെ മനസ്സ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ദ്രേട്ടൻ ജം ഓഫ് എ പേഴ്സൺ, പറയാതിരിക്കാൻ വയ്യ. ഇത്തരം മനസ്സിന്റെ ഉടമ ഞാൻ ഒത്തിരി അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലവും അദ്ദേഹത്തിന് ചെക്ക് കൊടുത്ത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഒരു സ്ഥലത്തും വന്നിട്ടുമില്ല. ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളത് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. അല്ല, അത് എന്തെങ്കിലും ചോദിക്കണ്ടേന്ന് ഓർത്ത് നമ്മൾ ചോദിച്ചു വരുമ്പോൾ റൂട്ട് വേറെ രീതിക്ക് അങ്ങ് പോവുമല്ലോ. അങ്ങനെ വന്ന ഒരു സാധനമാണ്. എന്തായാലും അതിരിക്കട്ടെ. അത് ഈ പറഞ്ഞ പോലെ കാലം തെളിയിക്കും, ആരാണെന്നുള്ളത് തെളിയിക്കും. നിങ്ങൾ പല കമൻറ്റുകൾ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കമൻറ്റുകൾ നിങ്ങൾ എഴുതുക. അത് ഒരു സമയത്ത് മഞ്ജു പിള്ള എൻ്റെ അടുത്ത് തന്നെ അതാരാന്ന് ഒന്ന് പിന്നീട് പറയേണ്ടതായി വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരിട്ടറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അതിൽ നിന്ന് മാറുന്നു. ഇനിയുള്ളൊരു യാത്ര ഉണ്ടല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, മോള് വന്നതിന് ശേഷം സിനിമയിൽ നിന്ന് മാറിയിരുന്നു. പിന്നെ മോള് ഒരു വളർച്ചയായി, മോള് പഠിക്കുന്നു, വേറെ സ്ഥലത്ത് വേറെ രാജ്യത്തിൽ പഠിക്കുന്നു. ആ മോളായിരുന്നു എന്നും മഞ്ജുവിനുണ്ടായിരുന്നു അല്ലേ? മോളെന്നൊരു സ്വപ്നമായിരുന്നു. ആ മോള് എന്തൊക്കെ ഉപദേശങ്ങൾ അമ്മ എന്ന നിലയ്ക്ക് തന്നിട്ടുണ്ട്? ആദ്യം തന്നെ എൻ്റെ കോസ്റ്റ്യൂം മാറ്റാനായിട്ട് പറഞ്ഞായിരുന്നു, എൻ്റെ കോസ്റ്റ്യൂം സെൻസ് മാറ്റാനായിട്ട് പറഞ്ഞിരുന്നു. എനിക്ക് കംഫർട്ട് എന്താണോ അതാണ് ഞാൻ യൂസ് ചെയ്യുക. അപ്പം അവൾ പറഞ്ഞു കംഫർട്ട് തന്നെ. അവൾ സ്റ്റൈലിസ്റ്റാണ്, സ്റ്റൈലിംഗ് പഠിക്കുന്ന കുട്ടിയാണ്. അവൾ വന്നതിന് ശേഷം ഒരുപാട് കോസ്റ്റ്യൂം എനിക്ക് വ്യത്യാസം വന്നു. രണ്ടാമത്തെ എനിക്ക് ഉപദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിവ് യുവർ ലൈഫ്.
ഒരു ദിവസം പോലും മോളെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. എല്ലാ ദിവസവും നിങ്ങൾ ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതല്ല ആ, എന്താ അറിയോ, മോളുടെ പടമാണോ അല്ല കണ്ണോ അല്ലേ? മോളുടെ വലത് കണ്ണ. അതാണ് ലോക്കറ്റ് ആക്കിയിരിക്കുന്നത്. എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആ നോട്ടം ഇവിടെ നോക്കണ ചെയ്യാം, നോട്ടം ഇവിടെ ഉണ്ട്. ഇവിടെ ചെയ്യാം, ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടെ പോയപ്പോൾ ഈ ഫോട്ടോ എടുത്തിട്ട് അതിനെ നമുക്ക് ഇതുപോലെ ഫ്രെയിം ചെയ്തും വെക്കാം, ഐ മീൻ ലാമിനേറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്തും വെക്കാം, ലോക്കറ്റ് ആക്കാം. കണ്ണിൻ്റെ തന്നെ ലോക്കറ്റ് ഇങ്ങനെ ഇത് ഐബോളാണ്, കണ്ണ് ഐബോളാണ് ഇത്. അത് മാത്രമായിട്ട് നമുക്ക് ലോക്കറ്റ് ആക്കാം. അങ്ങനെ ലോക്കറ്റ് ആക്കിയത് എപ്പോഴും കൂടെയാണ്, എൻ്റെ കൂടെയാണ്. മോളുടെ കയ്യിൽ അത് ഞാൻ കണ്ടിട്ടുണ്ട്, കയ്യിലുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. മോളുടെ നോട്ടം എന്നും നമ്മുടെ കൂടെ ഉണ്ട്. യെസ്, അത് ഇടയ്ക്കിടയ്ക്ക് അവള് പറയും എൻ്റെ അടുത്ത്, അമ്മ എവിടെ പോയാലും ഞാനുണ്ട്. പറയും. അതെ, രാത്രിയൊക്കെ ചിലപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ സിനിമ കാണാനൊക്കെ ഇരിക്കുകയായിരിക്കും. എവിടെയാണ് അമ്മച്ചി കറങ്ങി നടക്കുന്നത്, പ്രായമായ പെണ്ണല്ലേ, 9 മണിക്കുമ്പോൾ വീട്ടിൽ കയറണം എന്നൂടെ, വീട്ടിൽ കയറ് മതി എന്നൊക്കെ പറയും. കാരണം ഞാൻ എന്ത് അവളോട് പറയുന്നോ അത് അവള് തിരിച്ചു പറയും. മോളിലൊരു സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? ഒരമ്മയെന്ന നിലയിൽ ആ മോളിലെ സ്വപ്നങ്ങൾ മുൻകൂട്ടി കാഴ്ചപ്പാടുകളുണ്ടോ? ഇല്ല, മോളിലൊരു ഞാൻ അവളുടെ അയ്യോ അതൊന്നും ഒട്ടുമില്ല. അവളുടെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അവളുടെ സ്വപ്നമാണ് എൻ്റെ സ്വപ്നം, അവളുടെ ഇഷ്ടങ്ങളാണ് എൻ്റെ ഇഷ്ടങ്ങൾ. കാരണം അവളൊരിക്കലും റോങ് ആയിട്ടൊരു ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല. സോ അവൾക്ക് എന്താണോ അവളുടെ ഇഷ്ടം, എന്താണ് അവൾക്ക് ഇത് വേണ്ടതെന്ന് വെച്ചാൽ അതിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 15 വയസ്സ് മുതൽ ഇങ്ങോട്ട് അവളുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ജോബിൻ്റെ കാര്യമാണ് പറയുന്നത്. അവരുടെ ഫ്യൂച്ചർ എന്താവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാമല്ലോ, ചെറുതിലെ ചോദിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇൻസ്പെക്ടർ ആവണം, അത് കഴിയുമ്പോൾ കളക്ടർ ആവണം, അത് കഴിയുമ്പോൾ സിനിമാ നടനാവുമ്പോൾ, അത് കഴിയുമ്പോഴത്തേക്കും മന്ത്രിയാവണം, ഇങ്ങനെ മാറി മാറി വരുമല്ലോ സ്കൂളിൽ. എന്ന് പറഞ്ഞ പോലെ അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റാണ് അവൾ പറഞ്ഞ് എനിക്ക് സ്റ്റൈലിസ്റ്റ് ആവണം, അപ്പം മോഡലിംഗ് താല്പര്യമുണ്ട്. അപ്പോൾ അവൾക്ക് ഇപ്പോഴത്തെ ഒരു സ്വപ്നം ഏതെങ്കിലും ഒരു വലിയ ബ്രാൻഡിൻ്റെ മോഡലാവണം എന്നുള്ളൊരു ഇതാണ്. അവൾ അത്യാവശ്യം മോഡലിംഗ് ചെയ്യുന്നുണ്ട്, സ്റ്റൈലിംഗ് ചെയ്യുന്നുണ്ട്. ഫോട്ടോഗ്രാഫി അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഫോട്ടോഗ്രാഫി. അച്ഛൻ്റെ കൂടെ ഇടയ്ക്ക് പോയി നിൽക്കാറുണ്ട് ഫോട്ടോഗ്രാഫി പഠിക്കാൻ. എനിക്കൊന്നും പഠിക്കാനല്ല, ഐ മീൻ കൂടെ നിന്ന് പഠിക്കില്ല, കണ്ടുപഠിക്കും. അപ്പോൾ എമ്പുരാൻ്റെ സെറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഇത് കൂടെ നിന്ന് ഓരോ ഇതും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അവളുടെ സ്വപ്നങ്ങൾ എന്താണോ അതിനോടൊപ്പം സഞ്ചരിക്കുക. കല്യാണമൊന്നും ഞാനും സുജിത്തും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. അവൾക്ക് ഇപ്പം പറയുന്നു അപ്പം കെട്ടിച്ചു കൊടുക്കുക. ഇപ്പം പിള്ളേരുടെ കാര്യമാണ്, നമ്മൾ ശരികളും തെറ്റുകളും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. തീരുമാനങ്ങൾ മെച്ചൂർഡായി കഴിയുമ്പോൾ അവരാണ് എടുക്കേണ്ടത്. ശരികളും തെറ്റുകളും അവർക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്. ഞാൻ എപ്പോഴും പറയും, അവളെ ഞാനൊരു കയറ് കെട്ടി ഇട്ടിട്ടൊന്നുമില്ല, അവളെ ഫുൾ ഫ്രീഡത്തിലാണ് വിട്ടിരിക്കുന്നത്. പക്ഷെ എപ്പോഴും ഞാനിങ്ങനെ പിടിച്ചിട്ടുണ്ട് ഉണ്ട്. അത് നമ്മൾ പറയും, അതൊരു ഫ്രീഡമാണ്. എന്തും വന്ന് പറയാനുള്ളത് ചോദിക്കാം. അവൾ ഇപ്പോഴും ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അമ്മ ഞാനിങ്ങനെ ചെയ്തോട്ടെ, അമ്മ ഞാനിങ്ങനെ അവിടെ പോകുന്നുണ്ട്, ഇപ്പം തന്നെ എന്നോട് പറഞ്ഞമ്മ ഞാൻ ഈസ്റ്ററിന് അവിടെ പോവാണ്, പൊക്കോട്ടെ എന്ന് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അല്ലാതെ അവളുടെ ഇഷ്ടത്തിന് അവളൊന്നും ചെയ്യാറില്ല. അത് അച്ഛനോട് പരസ്പര വിശ്വാസമാണല്ലോ. അതെ അല്ല, അത് നമുക്ക് ആ വിശ്വാസമാണ് നമ്മളോട്. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എമ്പുരാൻ്റെ സെറ്റിൽ പോയി അച്ഛൻ്റെ ഫോട്ടോഗ്രാഫി കാണാൻ വേണ്ടി, കണ്ടുപഠിക്കാൻ വേണ്ടി, അല്ല ചോദിച്ച് പഠിക്കാനല്ല എന്നുള്ളത് പറയുന്നു. സുഹൃത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഒരു 2 കാര്യം ചോദിക്കാമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഒരു ജീവിതയാത്രയിൽ മോളൊന്നും കൂടെ ഉള്ളതല്ലേ നിങ്ങൾക്ക് 2 പേർക്കും ഏറ്റവും ഇഷ്ടം? ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ഞങ്ങൾ 2 പേരുടെയും കൂടെ ഉണ്ടല്ലോ. അത് തീർച്ചയായിട്ടും എൻ്റെ കൂടെ സുഹൃത്തിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ സുഹൃത്തിന് സപ്പോർട്ടാണ്, സുഹൃത്ത് എനിക്കും സപ്പോർട്ടാണ്. ഐ റെസ്പെക്റ്റ് സുജിത്ത്, അദ്ദേഹം എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു. നമുക്ക് ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് അതാണ്, മനസ്സമാധാനവും സന്തോഷവും പരസ്പര ബഹുമാനം. അത് ഏത് രീതിക്ക് കിട്ടുന്നോ ആ രീതിക്ക് നമ്മൾ യാത്ര ചെയ്യണം അല്ലേ? അതാണ് സത്യം. ആ രീതിയാണ് മഞ്ജുപിള്ളയും സുജിത്തും തിരഞ്ഞെടുത്തത്. അതെ, അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ എപ്പോഴും സ്നേഹം ഉണ്ടാവും, ബഹുമാനം ഉണ്ടാവും, എന്നും ജീവിതകാലത്തിൽ നമ്മോടൊപ്പം ഉണ്ടാവും. ഉറപ്പായിട്ട്. അതിനപ്പുറത്തേക്ക് ഒരു മറുപടി ഇല്ല, വലിയൊരു മറുപടി. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഒരു സ്ഥലത്ത് ഒരു കേടും സംഭവിക്കില്ല, ഒരിക്കലുമില്ല. ആ ഒരു യാത്രയിൽ എന്നും ഉണ്ടാവും.
എമ്പുരാൻ എന്ന സിനിമ കാണണ്ടേ ആദ്യം തന്നെ? ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് കുറച്ചു നേരം ഞാൻ വെയിറ്റ് ചെയ്യിപ്പിച്ചല്ലോ. ഞാൻ ആ മുറിക്കകത്ത് നിന്ന് വർത്തമാനം കൊണ്ടിരിക്കുകയായിരുന്നു. എമ്പുരാൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ബുക്ക് ചെയ്യായിരുന്നു. കവിതയിലുണ്ടാവും. അല്ല, ഞാൻ ട്രിവാൻഡ്രത്ത്. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, അമ്മ വരുന്നുണ്ടോ, ഞാൻ എമ്പുരാൻ പോകുന്നുണ്ട്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കാണണം, ഞാൻ വരുന്നുണ്ട്, സുജിയുടെ പടമല്ലേ, ഞാൻ വരുന്നുണ്ട്. ക്യാമറ വർക്ക് കാണുമല്ലോ. പിന്നെ ഉറപ്പായിട്ടും കാണുമല്ലോ. ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും അങ്ങനെ ഒരു ഇല്ല, വീട്ടിൽ വരാറുണ്ട്. ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞാണ്, അല്ലെങ്കിൽ ഒന്നും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞപ്പോൾ മാത്രമേ ഞാൻ ഇടപെട്ടുന്നുള്ളൂ. അല്ല, ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും പറയണേ എന്താ, സുജിത്തിനെ കുറിച്ച് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പലതും വ്യാഖ്യാനിക്കാം. അല്ല, പല വ്യാഖ്യാനങ്ങളും ഉണ്ടായിരുന്നു. ആ വ്യാഖ്യാനങ്ങളൊക്കെ സുജിത്താണെങ്കിലും പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, മഞ്ജു ആണെങ്കിലും പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ട്, കുറച്ച് ഇൻ്റർവ്യൂ ആണെങ്കിലും പറഞ്ഞിട്ട് സുജിത്ത് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് മഞ്ജു ആവർത്തിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ, ഒരു യാത്രയ്ക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം കിട്ടുന്നത്, അത് ഏത് രീതിക്ക് തിരഞ്ഞെടുക്കാം. അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോഴും ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി നിങ്ങൾ കഴിയുന്നു എന്ന് പറയുമ്പോഴാണ് അത്ഭുതമാവുന്നതും അത് മറ്റുള്ളവർക്ക് പാഠമാവുന്നതും. അത് വലിയൊരു പാഠം തന്നെയാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ്. ഇപ്പോഴും നേരത്തെ തുടങ്ങി വെച്ചപ്പോൾ അമ്മയമ്മയെ കുറിച്ച് പറഞ്ഞല്ലോ. ചില സിനിമയിൽ സുജിത്തിന്റെ അമ്മയായിട്ട് ഞാൻ ഭയങ്കര അടുപ്പാണ്. അമ്മ ഇപ്പോഴും വളരെ അടുപ്പത്തിലിരിക്കുന്ന രണ്ടുപേരാണ് അമ്മയച്ഛനും. ഫോൺ ചെയ്യുകയും സംസാരിക്കുകയും കാണുകയും, എറണാകുളത്ത് വരുമ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ പോയി കാണുകയൊക്കെ ചെയ്യും. ഈ എമ്പുരാൻ സിനിമയ്ക്ക് ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നുള്ളൂ. ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ആ സിനിമ കണ്ടിട്ട് ഒന്ന് സുഹൃത്തിനെ വിളിക്കേണ്ടായി വരും എന്ന് എനിക്ക് തോന്നുന്നു. ക്യാമറ വർക്ക് കണ്ടു. അല്ല, അതിപ്പോ ടീച്ചർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിളിച്ചു. പിന്നെ ടീച്ചർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ, നല്ല ഒരു ഹോളിവുഡ് ടച്ച് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ പരസ്പരം എൻ്റെ ഫാലിമി സിനിമ കണ്ടിട്ടും ഹോം കണ്ടിട്ടും എല്ലാ സിനിമ കണ്ടിട്ടും എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ നന്നായിട്ടുണ്ട് ഡി, നന്നായി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഏട്ടാന്ന് തന്നെയാണ് വിളിക്കുന്നത്, അതിന് മാറ്റമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ പറയാറുണ്ട്, ഞാൻ കണ്ടു, നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ പറയാറുണ്ട്. അത് ഈ നിങ്ങളെന്നല്ല, ഇവർ വിചാരിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. അല്ല, 100% ഇല്ല. അത് പല ഇൻ്റർവ്യൂന്നും സംസാരിച്ചത് മനസ്സിലാവും. അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്ന് തന്നെ അറിയാം. നേരത്തെ പറഞ്ഞത് എൻ്റെ മറുപടി, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നും വിചാരിക്കില്ല. ഈ സുജിത്തിനെ ഞാൻ പല പ്രാവശ്യം ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി എനിക്ക് പല പ്രാവശ്യം തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ ദിവസം എനിക്ക് എന്നെ രാവിലെ വിളിക്കാൻ പറഞ്ഞ ചില ദിവസം എനിക്ക് വിളിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. ആള് മിക്കവാറും ഉണ്ടാവാറില്ല. ഇപ്പൊ എമ്പുരാന്റെ തന്നെ എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മേളിലായി. അയ്യോ, ഭയങ്കര ഇതിലാണ്. ഇപ്പൊ ഇടയ്ക്ക് വിളിച്ചപ്പോഴും ഹൈദരാബാദിലാണ്, കഴിഞ്ഞ 2 ദിവസം മുമ്പ്. മോളുടെ ഇതിന് വേണ്ടിയിട്ട് പോണം. അതിന്റെ പ്രൊമോഷൻ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുവാണ്. കോൺവൊക്കേഷനാണ്, ഞാൻ പറഞ്ഞല്ലോ, അതിന് വേണ്ടി പോകണം. രണ്ടുപേരും പോകുന്നില്ലേ? അപ്പം ഞാനിങ്ങനെ വിളിച്ചിട്ട് വിസയുടെ കാര്യത്തിന് മറന്നു പോകുന്നൊരു ശീലമുണ്ട്. ഈ വർക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പുള്ളിക്ക് വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു, അത് ഏപ്രിൽ പകുതിക്ക് മുമ്പെങ്കിലും കൊടുക്കണേ, അല്ലെങ്കിൽ ഇതാവൂല എന്ന് പറഞ്ഞു. എന്തൊക്കെയാ വേണ്ടതെന്ന് പറ, ഞാൻ എല്ലാം അയച്ചു തരാം, നീ തന്നെ കൊടുത്തേക്കാൻ പറഞ്ഞു. കോൺവെക്കേഷൻ പോകാൻ വേണ്ടി ചെയ്ത സിനിമകൾ പല ഡയറക്ടർമാരുണ്ടല്ലേ, ജീവിതത്തിൽ ഓർത്തു വെക്കുന്ന പല ഡയറക്ടർമാരുടെ പല രീതികളാണ്. അങ്ങനെ എന്നും ഓർത്തു വെക്കാവുന്ന ഒരു ഡയറക്ടറിന്റെ പേര് പറഞ്ഞാൽ ഏത് പറയും? പല പാഠങ്ങൾ ഡയറക്ടർമാർ തന്നിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പാഠമായിട്ട് തന്ന ഡയറക്ടർ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു ഡയറക്ടറുടെ പേര്? എനിക്ക് ശ്രീമാരൻ തമ്പി സാറേ, പാഠമല്ല, എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, നീ നായികയാവാൻ നിൽക്കരുത്, ഒരു KPC ലളിതയോ സുകുമാരിയോ ആയാൽ മതി, അതാണെങ്കിൽ നിനക്ക് ജീവിതാവസാനം വരെ അഭിനയിക്കാം എന്ന് പറഞ്ഞൊരു പാഠമുണ്ട്. വലിയ സംഭവം. അപ്പം ഞാൻ ലളിതാമ്മയുടെ സുകുമാരിയമ്മയുടെ ഒക്കെ വലിയ ഫാനാണ്. മെയിൻലി ലളിതാമ്മയുടെ വലിയ ഫാനാണ് ഞാൻ. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു, അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നീ KPC ലളിത ആയാൽ മതി, നീ ഭാവിയിലെ KPC ലളിതയാണ് എന്ന് എന്നോട് ആദ്യം പറഞ്ഞത് ശ്രീമാരൻ തമ്പി സാർ. അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഒരു പാഠം. അല്ല, ആ പറഞ്ഞതിൽ നമ്മളും അങ്ങനെ കാണുന്ന ഒരാളുണ്ട്, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാനും അങ്ങനെ കാണുന്നുണ്ട്. ആ ഒരു റൂട്ടാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഏത് ക്യാരക്ടറും ചെയ്യാം, അതെ അതെ, ഏതും ചെയ്യാം, വിഷമവും തമാശയും പിന്നെ ദേഷ്യവും വില്ലത്തിയും ഒക്കെ ചെയ്യാൻ പറ്റും. ജീവിതത്തിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ? ഞാനൊരു സാധാരണ സ്ത്രീയാണ്. എല്ലാ വികാരങ്ങളും ഉള്ള, തമാശയും വിഷമവും ദുഃഖവും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സാധാരണ, എല്ലാവരും അങ്ങനെയാണ്.
പിന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്നവർ എന്തൊക്കെയാണെന്ന് ചില ആൾക്കാരങ്ങ് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുക. അവർക്കൊന്നും ദുഃഖമില്ല, അവർക്കെല്ലാം ഉണ്ട്, അവർക്ക് വിഷമങ്ങളില്ല എന്നൊക്കെ ചിന്തിച്ച് വെച്ചിരിക്കുന്ന തെറ്റായ ധാരണയാണ്. എല്ലാവരും മജ്ജയും മാംസവും ഒരു ഹൃദയവുമുള്ള നോർമൽ പീപ്പിളാണ്. യാത്ര എപ്പോഴും ഒറ്റയ്ക്കാണ് ഇഷ്ടം? എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടം, ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്കിഷ്ടമാണ്, ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകാൻ ഇഷ്ടമാണ്. ഞാൻ അമ്മയെ തന്നെ വിളിച്ച് ചോദിച്ചത് ഒറ്റയ്ക്ക് പോയി ഇനി അമ്മയ്ക്ക് ട്രിവാൻഡ്രത്തുള്ളപ്പോൾ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇനി സങ്കടം വരണ്ടെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകും. ഒറ്റയ്ക്കാണ്. പിന്നെ യാത്രകൾ എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് കേട്ടോ കൂടുതൽ. എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ആൾക്കാർ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ല, അവരുമായിട്ട് ഞാൻ വളരെ കുറേ യാത്രകൾ ചെയ്യുന്നതാണ്. ഇന്ന യാത്രയൊന്നൊന്നുമില്ല. ചിലപ്പോൾ അതൊരു കേദാർനാഥിലേക്കോ ബദരിയിലേക്കോ ആയിരിക്കും, ചിലപ്പോൾ ഞങ്ങളത് തായ്ലാൻഡിലേക്കോ ഗോവയിലേക്കോ ആയിരിക്കും, ചിലപ്പം ട്രിവാൻഡ്രത്തുള്ള ഏതെങ്കിലും റിസോർട്ടിലോ വർക്കലയിലോ റിസോർട്ടിലോ പോയിട്ട് 2 ദിവസം നിൽക്കും. അങ്ങനൊരു ഇതില്ല. ഇപ്പം ഞങ്ങൾ ഇവിടെ പോയിട്ട് വന്നു, എന്താണ് ജഗന്നാഥപുരി, അവിടെ പോയിട്ട് വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ആസാം മേഘാലയ പോകും നവംബറിൽ. അത് ഇങ്ങനെ ഒരു റുട്ടീനാണ്. ഒരു 4 മാസത്തിൽ എവിടെയെങ്കിലും പോകുന്നുള്ളത് അത് എൻ്റെയും കൂടി നോക്കണമല്ലോ, എല്ലാവരുടെയും നോക്കണം. എല്ലാവരും വർക്കിംഗ് ഇതാണ്. ഞങ്ങളൊരു 5 ഫ്രണ്ട്സ് ഇങ്ങനെ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന കുറച്ചാൾ. ഈ ജഡ്ജായിട്ടിരുന്ന ഈ പാനലിൽ ഇപ്പം പ്രോഗ്രാം നടക്കണില്ല, അന്ന് ഏറ്റവും കൂടുതൽ മനസ്സ് വേദനിപ്പിച്ച ഒരു പെയറായിട്ട് വന്നവരിൽ മനസ്സ് വേദനിപ്പിച്ച ഏത് സംഭവമായിരിക്കും ഓർക്കുക? എങ്ങനെ? ജഡ്ജിങ് പാനലിരിക്കുമ്പോൾ പല ആൾക്കാരും കോമഡി ആയിട്ടും അവരുടെ ഉള്ളിലെ വേദനകളുണ്ടല്ലോ, അങ്ങനെ ഒരു ടീമിനെ ഓർക്കുന്നുണ്ടോ? ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ മാർക്കിങ്ങിന് ഇടുമ്പോൾ കോമഡി ആയിട്ട് നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടി വരും, അവരുടെ യഥാർത്ഥ വേദനകൾ വല്ലതും മറിഞ്ഞിട്ട് വിഷമിച്ചിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. യഥാർത്ഥ വേദനകൾ എന്നല്ല, അത് അറിയാതെ ഞാൻ പറഞ്ഞു പോയതാണ്. അത് ഇപ്പം വൈറലായിട്ട് എനിക്ക് തോന്നുന്നു ആ റീല് മാത്രം കട്ട് ചെയ്ത് വിടുന്നുണ്ട്. ബ്ലൈൻഡ് ആയിട്ടുള്ള 2 കുട്ടികൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവരോട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. അത് ആക്ച്വലി നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന, സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, അപ്പോൾ ഇന്ന് എത്ര കിട്ടിയെന്നറിയാം, നിങ്ങൾ തിരിഞ്ഞു നോക്കിയോന്ന് പറയാം. കാരണം തിരിഞ്ഞ് മുകളിൽ 3 ഇതുണ്ട്. ഒരാൾ ചിരിച്ചാൽ 5000, 2 പേര് ചിരിച്ചാൽ 15000, മൂന്നാമത്തെ ചിരിക്ക് 50000, അങ്ങനെയാണ്. അപ്പോൾ അവർ തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ 50 ആണെങ്കിൽ കോൺഫിറ്റ് പൊട്ടിയിട്ട് അങ്ങനെ വരുന്നവരാണ്. അപ്പം അറിയാതെ ഞാൻ ആ ഒരു ഇതിൽ പറഞ്ഞു പോയി, എത്ര കിട്ടിയെന്നറിയാം, തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ അവരും ഒന്നിങ്ങനെ ഇതായി. പെട്ടെന്ന് എനിക്കതേ എൻ്റെ വായിൽ നിന്ന് വീണും പോയി. അതെനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തൊരു സംഭവമായിരുന്നു. എനിക്ക് സങ്കടം വന്നു എനിക്ക്. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ള സങ്കടം വന്നതാണ്. അതുപോലെ നമുക്ക് വിഷമം വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വന്നു, അത് ഭയങ്കര ഇതായിട്ടുണ്ട്. ആ കുട്ടി എന്താ പറയണ്ടേ, തഴയപ്പെട്ട് മീൻസ് കളിയാക്കപ്പെട്ട് ഇറങ്ങിപ്പോയൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആ കുട്ടി അവളുടെ അമ്മയും കൂടി അവൾ തിരിച്ചു വന്നല്ലോ. തിരിച്ചു വന്ന് കാണടാ ഞാൻ ഒന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് നിന്ന് അങ്ങനെ കുഞ്ഞുങ്ങളല്ലേ, നമുക്ക് സങ്കടം വരും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സംഭവം. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര, നമുക്കും പെൺമക്കളാണ്, നമുക്കും അല്ലേ, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മുടെ പിള്ളേർ, ആ കുട്ടി കണ്ടില്ലേ അവളെന്ത് ബോൾഡാന്ന്. 100%. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര ബോൾഡാണ്. നമ്മളെ ഉള്ളൂ ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും യാതൊരു ഇതുമില്ല. അവര് തീരുമാനം എടുത്താൽ തീരുമാനിച്ചു തന്നെ അത്രേ ഉള്ളൂ. നമുക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. ഈ കോമഡി ഷോയില് സാബുവിനൊക്കെ ആയിട്ട് എങ്ങനെയാണ്? അയ്യോ, നിങ്ങൾ എപ്പോഴും അടിയാണോ? അടി എന്ന് പറഞ്ഞാൽ അതൊരു, എനിക്കൊരു ബ്രദറാണ് അവൻ. അപ്പം പിള്ളേർ ഞങ്ങളെ പെങ്ങളെ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന പോലെ ഇതേ ഉള്ളൂ. അവനെന്നെ കടിക്കുകയൊക്കെ ചെയ്യും. ഞാനും സാബുവും കാർത്തിയതെ വഴക്കുണ്ടാക്കും, പിച്ച മാന്ത് അടിക്കാൻ. ഞാൻ പുറത്തൊക്കെ ഇട്ട് അടിക്കും, നല്ല അടി ഉപദ്രവിക്കും ഞാൻ. കാർത്തിയെ ഉപദ്രവിക്കാറുണ്ട്, സാബുവിനെ ഉണ്ട്. സാബു തുപ്പിത്തരും ചിലപ്പോ, വൃത്തിയായിട്ടായിരുന്നു. ഞാൻ തുപ്പ് മുന്നേ വിടും. ഞാനിങ്ങനെ പിടിക്കുവേ, വഴക്കുണ്ടായി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ അള്ളി പിടിക്കും, നഖം വെച്ച് അള്ളി പിടിക്കുമ്പോൾ വിട് തുപ്പ്, ഞാൻ ഇങ്ങനെ തുപ്പും ചെയ്യും. വൃത്തിയായിട്ട് നമ്മള് വീട്ടില് കാണിക്കുന്ന അതുപോലെ തന്നെ സാധാരണ വീട്ടില് ഉണ്ടാവുന്ന ഒരു ചെറിയ ചെറിയ വഴക്കുകൾ, അതെ സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന പോലെ. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ ചില റീൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ചിലവരുടെ നോർത്ത് ഇന്ത്യൻസിന്റെ ഒക്കെ ഡാൻസ് ഉണ്ടാവുമല്ലോ, അവർ ഈ റീല് ചെയ്ത് ഇതാവാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ റോങ് അല്ല, ഭയങ്കര ഫണ്ണി ആയിട്ട് ഡാൻസ് ചെയ്യുമല്ലോ. അതൊക്കെ രാവിലെ എണീക്കുമ്പോൾ ഞാൻ അവൻ അയച്ചു കൊടുക്കും.
അപ്പം എനിക്ക് പറയും ദുഷ്ടത്തള്ള, രാവിലെ എനിക്ക് കണി കാണാൻ അയച്ചു തരുന്ന സാധനം ഞാൻ വെച്ചിട്ടുണ്ട്, ഇതിന് പകരം വീട്ടും ഞാൻ ഇരട്ടി സാധനം എനിക്ക് അയച്ചു തരും. അതല്ലേ, രസകരമായ മുഹൂർത്തങ്ങളാണ് നിങ്ങൾ. സാബു എനിക്ക് ഭയങ്കര അടുപ്പമുള്ളൊരു വ്യക്തിയാണ്. എപ്പോഴും ചിലപ്പോൾ വിളിക്കാറുണ്ടാവില്ല, ഷൂട്ട് കഴിഞ്ഞ് പോയപ്പോൾ എപ്പോഴും വിളിക്കാറൊന്നും ഇല്ലെങ്കിലും വിളിക്കും. എപ്പോഴെങ്കിലുമൊക്കെ മിസ് ചെയ്ത് ചേച്ചി അതുകൊണ്ട് വിളിച്ചതാ എന്ന് പറഞ്ഞ് വിളിക്കും. സാബുവും വൈഫ് സ്നേഹം അവരുമായിട്ട് നല്ല നല്ല അടുപ്പമാണ്. അതിനിപ്പോൾ തമിഴിൽ ഭയങ്കര ബിസിയായി, ഭയങ്കര സന്തോഷം. ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് തമിഴിൽ, സന്തോഷം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, കാണാറുണ്ട്. ഈ ഇടയ്ക്കും കൂടി ഞാൻ വിളിച്ചായിരുന്നു. പിന്നെ ഈ പറയുന്നോണ്ടേ അവൻ ഈ മുഖത്തടിച്ചോലെ പറയുമല്ലോ, അവന് മുന്നും നോക്കും, ഒന്നും നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളാ കൂടുതൽ സാബുവിനുള്ളത്. അവനത് ഇഷ്ടമാണ്, അവന് ഭയങ്കര ഇഷ്ടമാണ് ശത്രുക്കളെ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. എന്നോട് എപ്പോഴും പറയും, ഈ തമിഴൊക്കെ ചിലപ്പോൾ സിനിമകളൊക്കെ വരുമ്പോഴേ ഞാൻ പറയും ഞാൻ ഇല്ലടാ പൈസയൊന്നുമില്ല ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ പറയും, അവരോട് പറയും അവരുടെ അടുത്ത് സംസാരിക്കുന്നത് ഡേറ്റ് വയ്ക്കുന്നത് സൂക്ഷിച്ച് വേണം. അവർ തോന്നുന്ന സമയത്ത് തോന്നുന്ന സിനിമ തോന്നുന്ന പൈസയ്ക്ക് ചെയ്യുന്ന സ്ത്രീയാണ്. അവരുടെ അടുത്ത് പോയി സിനിമയുടെ കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ വിഡ്ഢികളാവെന്ന് പറയും. പറഞ്ഞേക്കല്ലേ. ഇനിയിപ്പോൾ ചെയ്യണമെന്ന് തോന്നിയ കഥാപാത്രങ്ങൾ ഇപ്പോൾ കുറേ ചെയ്തു. ഇനി മനസ്സിലൊരു ആഗ്രഹമുള്ള കഥാപാത്രം ഏത് രീതിക്കുള്ള കഥാപാത്രമായിരിക്കും? എനിക്കൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പലയിടത്തും പറഞ്ഞു, പക്ഷെ എൻ്റെ ഈ മോഹമൊക്കെ വെച്ചിട്ട് അവർ തരുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ്, പക്ഷെ എന്ന് വെച്ചാൽ മറ്റേ വാളെടുത്ത് വെട്ടുന്ന മറ്റേ സ്റ്റണ്ട് അങ്ങനെയല്ല, ഈ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരുന്നിട്ട് നെഗറ്റീവ് ഷെയ്ഡ് വരില്ലേ തമിഴിലെ മറ്റേ രമ്യ കൃഷ്ണൻ അവർ ചെയ്ത പോലത്തെ നീലാംബരി അല്ലേ ക്യാരക്ടറിൻ്റെ പേര്, നീലാംബരി, അതുപോലത്തേക്ക് അത്തരം. പക്ഷെ നമ്മുടെ മലയാളത്തിൽ കുറവാണെന്നാണ് തോന്നുന്നത്, നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല മലയാളത്തിൽ. തമിഴിൽ സ്കോപ്പ് ഉണ്ട് അതിന്, മലയാളത്തിൽ വലിയ പാടാണ്. തമിഴിൽ സ്കോപ്പ് ഉണ്ട്. തമിഴ് തെലുങ്കൊക്കെ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. ഈ ഇന്റർവ്യൂ തമിഴിലോട്ടൊക്കെ വിടാൻ വല്ല ചാൻസും ഉണ്ട്? ഇവനെല്ലാം കേൾക്കുന്നു, തമിഴ്നാട് ഇവനെല്ലാം കേട്ട് ഇവന് ട്രാൻസ്ലേറ്റ് തമിഴാണോ നീ? തമിഴാ, ശരി. അപ്പോൾ അവൻ അത് കറക്റ്റ് എഴുതിക്കോളൂ. ഇത് ഇന്റർവ്യൂ എന്നിട്ട് അതിന്റെ ടൈറ്റിലൊക്കെ വെച്ച് ഇവനെ കൊണ്ട് സബ് ടൈറ്റിൽ കൊടുത്ത് വിടണേ. കേട്ടല്ലോ സതീഷ, സബ് ടൈറ്റിൽ വെച്ച് കൊടുക്കണം. ഇനിയുള്ള ഒരു യാത്രയിൽ കൂടെ കൂട്ടാനും കൂടെ ചെയ്യാനും ആരോടൊപ്പമുള്ള യാത്രയ്ക്കാണ് ഇഷ്ടം? നാളെ ആരൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ പ്രിപ്പയർഡാണ്. ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തോളാം. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനാണ് എനിക്ക് താല്പര്യമല്ല, ഞാൻ പ്രിപ്പയർഡാണ്. ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പോൾ നമുക്കറിയില്ല, മോളൊക്കെ നമ്മൾ ഇപ്പോൾ ഫ്ലാറ്റ് എടുത്തിപ്പം സുജിത്ത് ഇവിടെ കൊച്ചിയിൽ, ഞാൻ ട്രിവാൻഡ്രത്തും ഒക്കെ ഓരോ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരൊന്നും വന്ന് നിൽക്കുമോ അവർ പോകുന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അവരൊക്കെ ഇപ്പം വെളിയിൽ പോയി സെറ്റിൽ ആവണം എന്നൊക്കെ പറയുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇവിടത്തെക്കാട്ടിലും സ്കോപ്പ് ഉണ്ട് വെളിയിൽ ജോലിക്ക്, സേഫ്റ്റി ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടികളൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതെടുത്തപ്പോൾ തന്നെ അവൾ പറഞ്ഞ്, അമ്മ ഞാൻ അവിടെ ഒന്ന് സെറ്റിൽ ചെയ്യില്ലെന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കില്ലേ, അമ്മയുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിക്കോ. ഇത് തന്നെയാണ് അവൾ അച്ഛൻ്റെ അടുത്ത് അവൾ പറഞ്ഞത്. അപ്പം നാളെ അവൾ നമ്മുടെ കൂടെ ഉണ്ടാവുമോ? ഇപ്പം പറയുന്നുണ്ട് ഞാൻ അവിടെ ചെന്ന് അത് വീടുണ്ടാക്കി അങ്ങനെ ചെയ്ത് സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കും, അത് അമ്മ അവിടെ വന്ന് നിൽക്കണം എന്ന് പറയുന്നത് സന്തോഷം. പക്ഷെ അങ്ങനെ ഉണ്ടാവുമോ? അവർക്ക് ഫാമിലി ഉണ്ടാവും, അവരെ നോക്കണം. അപ്പോൾ അതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ജീവിക്കാൻ പ്രാപ്തരാവുക, തന്നെ ജീവിക്കാൻ പഠിക്കുക, അത്രയേ ഉള്ളൂ. അതാണ്. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവണം, നമുക്ക് എന്തെങ്കിലും പറയാൻ കുറച്ച് ആളുകൾ വേണം. ഫ്രണ്ട്സ് ഉണ്ടാവണം, അവരുണ്ടാവണം. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടെ ഓരോ ഫ്ലാറ്റും കെട്ടാൻ, അവിടെ ജീവിക്കാം. എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് ജീവിച്ചു കഴിഞ്ഞാലേ, ഒരു ജോലിക്കാരിയും വെച്ചാൽ പാർട്ട് ടൈമിൽ എല്ലാവരും ജോലിയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോഴേക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഫോറിനേഴ്സ് അങ്ങനെയാണല്ലോ, കാശ് ഉണ്ടാക്കിയിട്ടിട്ട് അവര് ആ കാശ് ട്രാവൽ ചെയ്ത് കളയുക, അവർ ജീവിച്ച് കളയാന്ന് പറയും. അവരൊരു പ്രായം വരെ സമ്പാദിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ അവർ മക്കളുടെ ഇഷ്ടത്തിന് വിട്ടിട്ട് ആ സേവിങ്സ് വെച്ചിട്ട് അവർ അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. ആ രീതി ഞാനൊന്ന് 10-12 ഒരു മാക്സിമം 15 വർഷവും കൂടെ ഞാൻ അതുവരെ ജീവിച്ചിരിക്കുമെന്തോ. ജീവിച്ചിരിക്കുവാണെങ്കിൽ ഇങ്ങനെ ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കി. ലാലേട്ടനിൽ നിന്നും എന്തെങ്കിലും ഉപദേശം കിട്ടുന്നുണ്ടോ? ലാലേട്ടനിൽ നിന്നും എന്തെങ്കിലും സംസാരം ഓർത്തിരിക്കുന്നുണ്ടോ? ലാലേട്ടൻ പറഞ്ഞ കാര്യം എന്തെങ്കിലും? ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ലാലേട്ടൻ ഭയങ്കര ഇതാണ്. ലാലേട്ടനിൽ നിന്ന് പഠിച്ചൊരു കാര്യമുണ്ട്, കൃത്യസമയം പാലിക്കുക എന്ന് പറയുന്നത്. ലാലേട്ടൻ കൃത്യനിഷ്ഠ എന്നതിലുപരി
സമയത്തിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഈ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ 9 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 9 മണിക്ക് ആങ്ങി തൂങ്ങി ചെല്ലുമ്പം 8:30 പുള്ളി അവിടെ വന്നിരിപ്പുണ്ടാവും. അതൊരു കാരണം ലാലേട്ടൻ അവിടെ വന്ന് ബാക്കിയുള്ള ചിന്തിക്കുന്നത് അയ്യോ ലാലേട്ടൻ 8:30 വന്നു, നമ്മൾ പോയില്ലേ മോശമല്ലേ എന്ന് വെച്ചാൽ എല്ലാവരും വരും. അതിനുള്ള ട്രിക്കായിരുന്നു എന്ന് തോന്നുന്നു. മമ്മൂക്ക ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഒരുപാട് പേരെ ഇപ്പം ലാലേട്ടനെ ഇഷ്ടമാണ്, എല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷെ പണ്ട് തൊട്ടേ ഞാൻ മമ്മൂക്കയുടെ ഒരു ഹാർഡ് കോർ ഫാനാണ്. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല, ഞാനത് പ്രകടിപ്പിക്കാറുമില്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ സംസാരിക്കാറുമില്ല. അങ്ങനെയല്ല ഞാൻ ഭയങ്കര ഫാനാണ് അയ്യോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറയുന്ന പോലും ഞാനൊരു ഹാർഡ് കോർ ഫാനാണ്. മമ്മൂക്ക പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇത് സിനിമ കിട്ടുമ്പോഴേ ഉള്ളൂ, കിട്ടുന്ന സിനിമകൾ ചെയ്യുക, നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ നല്ലത് വരണം എന്നില്ല എന്ന് മമ്മൂക്ക പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഒക്കെ നമുക്കിങ്ങനെ മാറിയൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ, നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആലോചിച്ചൊക്കെ ഇരിക്കാനായിരിക്കും, ചിലപ്പോൾ വിഷമിച്ചിരിക്കായിരിക്കും. നമുക്ക് കൃത്യമായിട്ട് ചോദിക്കും, എന്താന്ന് ചോദിക്കും, കൃത്യമായിട്ട് ചോദിച്ച് പിന്നൊരു തമാശയൊക്കെ പറഞ്ഞ്. പണ്ട് എനിക്ക് പേടിയായിരുന്നു മമ്മൂക്ക, ഇപ്പം ഭയങ്കര കൂളും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പം നമുക്കും ഈ പറഞ്ഞ പോലെ ഈ രണ്ടുപേരിലുള്ള വ്യത്യാസമാണ് ഈ പറഞ്ഞത്. രണ്ടുപേരും രണ്ട് രീതിയിൽ നല്ലതാണ്. പക്ഷെ ഒരു ഫാൻ അല്ലെ ഫാൻ ഗേൾ എന്നുള്ള രീതിയിൽ ഞാൻ മമ്മൂക്ക ഫാനാണ്. അതുകൊട്ടെ മമ്മൂക്ക ഫാനാണ്. ഇപ്പോൾ ഉള്ള സിനിമകളൊക്കെ കാണാറില്ലേ? എന്നാൽ എനിക്ക് ശ്രീനിയേട്ടനാണ് ഏറ്റവും വലിയ ഇഷ്ടം. അതും പറയാലോ, ശ്രീനിയേട്ടൻ വേറെ രീതിക്കാണ്. പിന്നെ ശ്രീനിയേട്ടൻ വേറെയാണ്, ശ്രീനിയേട്ടൻ, ഇന്ദ്രേട്ടൻ, അതൊക്കെ വേറെ ലെവലാണ്. ഇനി പുതിയ സിനിമകളൊക്കെ കാണാറുണ്ട്. പുതിയ സിനിമകൾ കണ്ടുപോകുമ്പോൾ പുതിയ തലമുറ ഒത്തിരി ആളുകളുണ്ടല്ലേ, അങ്ങനെ നോക്കുമ്പോൾ ആരോടാണ് നമുക്ക് കൂടുതൽ ഒരു സ്നേഹം, ഒരു വാത്സല്യം തോന്നാറുള്ളത്? വാത്സല്യം എൻ്റെ മക്കളായിട്ട് അഭിനയിച്ച സന്ദീപ്, അവനുമായിട്ട് ഞാൻ നല്ല ഒരു കോണ്ടാക്ട്സിലുള്ളതാണ്. മഞ്ജുമ എന്നാണ് വിളിക്കുന്നത്. സോ അവൻ പുതിയ വർക്കുകൾ കിട്ടിയാൽ വിളിക്കുകയും ഓരോ ആഴ്ചയിൽ 1-2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലൊക്കെ വിളിക്കുകയും ഞങ്ങൾ കാണുകയും ചെയ്യുന്നു. മിനിഞ്ഞാന്നും കണ്ടിരുന്നു, ഞങ്ങൾ കാണുകയും ഭക്ഷണം കഴിക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്ന. അവൻ്റെ വീട്ടിൽ പോയി ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്, അങ്ങനെ ചെയ്യുന്നതാണ്. നസ്ലിൻ പൊതുവേ ആരോടും അങ്ങനെ ഒരു വലിയ അടുപ്പം വയ്ക്കാത്ത ഒരാളാണ്. നസ്ലിൻ പൊതുവേ അങ്ങനെയാണ്, കാണുമ്പം കെട്ടിപ്പിടിച്ച് ഇറക്കി ഉമ്മ വെച്ച് ഒക്കെ പോകുന്ന ഒരാളാണ്. പക്ഷെ അല്ലാതെ റെഗുലർ ആയിട്ടുള്ള വിളിയൊന്നുമില്ല. രണ്ടുപേരും ഈ പറഞ്ഞ പോലെ എൻ്റെ മക്കൾ തന്നെയാണ്. പക്ഷെ കൂടുതൽ എനിക്ക് സന്ദീപിൻ്റെ അടുത്താണ് ഒരു അടുപ്പം. എന്ന് വെച്ചാൽ നസ്ലിനോട് എനിക്ക് ഇല്ലാന്നല്ല, ഇളയത്തുങ്ങളോട് ഭയങ്കര ഇത് തോന്നുന്നു പറയുന്ന പോലെ. രണ്ടാമത് വന്ന മകൻ ഇവനാണ്. ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിരുന്നു, അവരവിടെ വന്നിരുന്നു, 2 മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തിരുന്നു. ഈ സിനിമകളിൽ ഇപ്പം ഒരു പരാജയ കണക്കുകൾ വരുന്നുണ്ട് അല്ലേ? സിനിമ കഴിഞ്ഞാൽ ഇപ്പോൾ ഫെബ്രുവരിയിലോ കണക്ക് വന്നു, 17 സിനിമകൾ ഇറങ്ങി, അതിൽ 16 സിനിമകളും പരാജയമാണ്. മുടക്കുമുതൽ പോലും കിട്ടില്ല, ഓഫീസ് ഓഫ് ഡ്യൂട്ടി മാത്രമാണ് കുറച്ചെങ്കിലും മെച്ചമെന്ന് പറയുന്നു. ഇത്തരം കണക്കുകൾ വിടുമ്പോൾ, ഇപ്പം മഞ്ജു അഭിനയിച്ച സിനിമയുടെ കണക്കുകൾ വിടുമ്പോൾ ആ സിനിമയുടെ പരാജയം എടുത്ത് കാണിക്കുമ്പോൾ അത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മോശം പ്രവണതയാവുന്നു എന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ കണക്കുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയായെന്ന് തോന്നുന്നുണ്ടോ? കണക്കുകൾ പബ്ലിഷ് ചെയ്യുമ്പോഴോ? കണക്കുകൾ പബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ലാഭമല്ല എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ലാഭമല്ല. അപ്പോൾ ഒരു പ്രൊഡ്യൂസറുടെ വേദനയല്ല ഈ പറയുന്നത്. നമ്മളെല്ലാം ചെയ്യുന്നത് നമുക്ക് നല്ലത് വരും എന്ന് വിചാരിച്ചിട്ടാണല്ലേ. അത് സിനിമയാണെങ്കിലും ലൈഫാണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് നന്നാവും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത് നന്നായില്ലെങ്കിൽ അത് ആ വ്യക്തിയുടെ ഒരു വിഷമം തന്നെയാണ്. അത് പുള്ളിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കണക്കുകൾ 1,20,30,30,232 രൂപ നഷ്ടം എന്ന് പറയണ്ട എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് നഷ്ടം തന്നെയാണ്. അത് അവർക്ക് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലെന്നേ, അവരുടെ നഷ്ടം അവർ പറഞ്ഞു പോകുന്നതായിരിക്കും. ചിലപ്പോൾ ഇത്ര രൂപ എനിക്ക് നഷ്ടമായി എന്ന് പറയുന്നതാണ്. നമ്മളും പറയാറില്ലേ, ഇത്രയും രൂപ മുടക്കിയിട്ട് എനിക്ക് ആകെ ഇത്രേ കിട്ടിയുള്ളൂ, ഇത്രയും രൂപ എനിക്ക് നഷ്ടമായി എന്ന് പറയുന്നത്. പൈസ മുടക്കുന്നവനെ അതിൻ്റെ വില അറിയുള്ളൂ. തീർച്ചയായിട്ടും അല്ലേ, നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഈ കണക്കുകളിൽ പറയുമ്പോൾ ഒരു വേരിയേഷൻ പലതും കാണുന്നുണ്ട്, പല കണക്കിൻ്റെയും.
ഇപ്പം കഴിഞ്ഞ ദിവസം എടുത്ത് പുറത്ത് വിട്ട സിനിമയിൽ നോക്കുമ്പോൾ എന്നെ 2 പ്രൊഡ്യൂസർമാർ ഇന്നിപ്പോൾ ഒരു പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ട് അവർക്ക് അവരുടെ സിനിമ ഇപ്പോഴും ഓടുന്നുണ്ട്, പക്ഷേ നമ്മളോടും ചോദിക്കാതാണ് ഇവർ കണക്ക് പുറത്ത് വിടുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്വയം പ്രൊഡ്യൂസർ വിടുവോ ഒരു സംഘടന വിടുന്നതുമായിട്ട് വ്യത്യാസമില്ലേ? സംഘടനയാണോ അതോ സോഷ്യൽ മീഡിയ ആണോ വിടുന്നത്? സംഘടനയാണ് തരുന്നത്. സംഘടന നമുക്ക് ലെറ്റർ പേഡിൽ തരുന്നതാണ്. സംഘടന വിട്ടോ? നിർമ്മാതാക്കളുടെ സംഘടനയാണ് എനിക്ക് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ലെറ്റർ പേഡിൽ തരുന്നത്. ഒരു സിനിമയ്ക്ക് ഇത്ര മുടക്കുണ്ട്, ഈ സിനിമയിൽ നിന്ന് ഇത്ര ഷെയർ വന്നിട്ടുള്ളൂ, അപ്പം നഷ്ടമാണിത്. 75 ചോദിക്കാതെയാണോ? അല്ല, പ്രൊഡ്യൂസർ അപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഇന്ന് തന്നെ വിളിച്ചിരുന്നു. ആ പുള്ളി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ആ പ്രൊഡ്യൂസർ ഫേസ്ബുക്കിൽ ഇട്ടു, എൻ്റെ സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സിനിമയ്ക്ക് ഇത്രയും കിട്ടിയെന്ന് പറയുന്നത് ശരിയല്ല, എൻ്റെ സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ആ പ്രൊഡ്യൂസർ ഇന്ന് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നു. അപ്പോൾ അത് ഉറപ്പായിട്ടും ആ പ്രൊഡ്യൂസർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുടക്കിയവനല്ലേ അത് അറിയുള്ളൂ. അത് തെറ്റാണ്. അത്തരം രീതികൾ തെറ്റല്ലേ? അത് തെറ്റാണ്. പിന്നെ പല ബിസിനസ്സും നടക്കുന്നുണ്ടല്ലോ സിനിമയ്ക്ക്, അല്ലേ? പല ബിസിനസ്, ഓവർസീസ് ബിസിനസ് നടക്കുന്നുണ്ട്, OTT ബിസിനസ് നടക്കുന്നുണ്ട്, സാറ്റലൈറ്റ് ബിസിനസ്. അപ്പോൾ അത് നോക്കുമ്പോൾ ചിലപ്പോൾ ലാഭമാകാം. അതും കൂടെ ഇവർ എഴുതി ചേർക്കണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയാണെങ്കിൽ വലിയ നഷ്ടമില്ല എന്നും നഷ്ടമുള്ളത് നഷ്ടമായിട്ടും കാണിക്കാൻ പറ്റും. ഇതൊന്നുമില്ല, കേരളത്തിൻ്റെ ഷെയർ മാത്രം കാണിക്കുമ്പോഴാണ് ഒരു ആക്ടറിനെ ബാധിക്കുന്നു. ഒരു ആക്ടറിൻ്റെ സിനിമ ഷെഡിൽ കയറുന്നിരിക്കും, ആക്ടർ പിന്നീട് പുറത്തേക്ക് വരാത്ത അവസ്ഥ. അതാണ് ഞാൻ എൻ്റെ ഒരു ചോദ്യം ഉന്നയിച്ചത്. തീർച്ചയായിട്ടും അതെന്താണെന്നറിയാം, ചില സിനിമകൾ നഷ്ടമാണെന്ന് കാണിക്കുകയും നഷ്ടമാവുകയും ചെയ്യുമ്പോൾ അത് ഒരു പരിധി വരെ അത് ആർട്ടിസ്റ്റുകളുടെ തലയിലേക്കാണ് വീഴുക. അത് ഹീറോയുടെയോ പറഞ്ഞു കളയോ, നിരാശയില്ലാത്ത ഹീറോ ആണെന്നൊക്കെ പറഞ്ഞു കളയും. അങ്ങനെയും കുറേ പ്രശ്നങ്ങളുണ്ട്. സിനിമ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ഞാൻ പറയായിരുന്നു, അങ്ങനെ പറയാറുണ്ട്, രാശിയില്ലാത്ത നടനാണ്, വിളിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരുവാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് സിനിമയുടെ ഒരു കാഴ്ചപ്പാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്. എന്തായാലും മഞ്ജു കുറേ നേരം സംസാരിച്ചു, എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ വെളിയിൽ മറ്റേ വഴിയിൽ നിന്ന് കാണുമ്പോൾ സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്തല്ലോ. അത്രയല്ലേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ചോദിച്ചു പോയി. നിങ്ങൾ ഭയങ്കര ഒരു ബോംബാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഹൈദറിന്റെ അടുത്ത് എവിടെ പോകുന്നത്? ഹൈദറിന്റെ ഇന്റർവ്യൂ ഉമ്മ ബോംബിന്റെ അടുത്താണോ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. അതെന്താ അങ്ങനെ? അങ്ങനെ വല്ലതും തോന്നിയോ? അങ്ങനെയാണോ? അങ്ങനെ വല്ലതും തോന്നിയോ? ഞാൻ പ്രിപ്പയർ ആയിരുന്നു. ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞില്ല നിങ്ങൾ അങ്ങനെ വല്ലതും ചോദിച്ചാ അങ്ങോട്ടിട്ട് എനിക്കെന്ത് നിങ്ങളോട് പറയാലോ. നിങ്ങൾ എന്ത് സംസാരിക്കുമ്പോഴും ഞാൻ അതിന്റെ തർക്കുത്തരമല്ല, അത് എന്തെങ്കിലും പറഞ്ഞിട്ട്. അതെ, തീർച്ചയായിട്ടും അത് നമുക്ക് സൗഹൃദമുള്ള സ്ഥലത്തല്ല അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പല പ്രാവശ്യം ഇന്റർവ്യൂ ചോദിച്ചപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ട സമയമാകുമ്പോൾ നമുക്ക് നടക്കുള്ളൂ, നമുക്ക് അറിയാം. എന്നാലും ഒരേ ദിവസം വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, അതെ നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുമ്പം നിങ്ങൾ അന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഈ ജാടയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കരുത്. നിങ്ങൾ മര്യാദയ്ക്ക് നോർമലായിട്ട് ഹൈദറായിട്ട് വീട്ടിൽ സംസാരിക്കാമെങ്കിലും ഇരിക്കാന്ന് പറഞ്ഞല്ലേ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പറയാം? നമ്മൾ മച്ചാന്മാരല്ലേ 100%. അപ്പോൾ നമ്മളങ്ങ് ഇന്ന് ഒത്തിരി നാൾ കൂടിയിട്ട് ഇരുന്ന് അപ്പോൾ നല്ല രീതിക്ക് മുന്നോട്ട് പോവുക, നല്ല സിനിമകളുടെ ഭാഗമാവുക. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇനിയും ഒത്തിരി സിനിമകൾ ചെയ്ത് നമുക്ക് ഇനിയും കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ. എന്തായാലും ഇത്ര നേരം സഹകരിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും നമുക്ക് ഒരുമിച്ചിരിക്കണം. താങ്ക് യു.